വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനത. അള്ളയാണ് പറയുന്നത്. നിങ്ങൾ പേച്ചതാണ് എന്ന് നമ്മൾ ഇന്നത്തെ സംഘടനകൾ തമ്മിൽ പറയുന്ന പോലെയല്ല. കള്ളം പറയാത്ത റഹ്മാനായ റബ്ബ് എന്താണ് ഹിദായത്ത്, എന്താണ് വഴികേട് എന്ന് കൃത്യമായി അറിയുന്ന ലോകത്തിന്റെ തമ്പുരാൻ വ്യക്തമായ വഴികേടിലായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 129-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 151-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം 164-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിന്റെ 62-ാം അധ്യായം 2-ാമത്തെ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൂതനായി നിയോഗിച്ചു. നിരക്ഷരനായ പ്രവാചകൻ, അക്ഷരജ്ഞാനമില്ലാത്ത ജനത, നാടോടികൾ, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച ജനപദം, ഊശ്വരമായ മരുഭൂമി, ഊശ്വരബന്ധിതമായ ഹൃദയം, ഒരു മഴത്തുള്ളി പോലെ ആകാശത്തിന്റെ കാർമേഘങ്ങളിൽ നിന്ന് മഴ ചൊരിഞ്ഞ് ഭൂമിയിൽ സസ്യങ്ങൾ മുളക്കുന്ന പോലെ പ്രവാചക തിരുമേനി അവരെ സംഭവബഹുലമായ 23 കൊല്ലം കൊണ്ട് ശുദ്ധീകരിച്ചെടുത്തു. ഇതിനു മുമ്പ് അവർ വഴികേടിലായിരുന്നു. ഏതിനു മുമ്പാണ് അവർ വഴികേടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നതിന് മുമ്പ് ജഅഫർ ബിൻ അബി ത്വാലിബ്, മഹാനായ സ്വഹാബി, ഒരുപാട് ആവേശമുണ്ടാക്കിയ സ്വഹാബി, അലി ഇബ്നു അബി ത്വാലിബിന്റെ സഹോദരൻ, നേഗസ് രാജാവിന്റെ കൊട്ടാരത്തിൽ നേഗസ് രാജാവ് ചോദിക്കുന്നു, നിങ്ങൾ ആരാ? നിങ്ങളുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് പോന്നത്? എന്തിന്റെ പേരിലാണ് നാടിലേക്ക് നാട് വിടേണ്ടി വന്നത്? ജഅഫർ ബിൻ അബി ത്വാലിബ് വളരെ മനോഹരമായി അവതരിപ്പിച്ചു. തലേന്ന് രാത്രി കൂടിയാലോചിച്ചു, എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിച്ചു. ശൂറ കൂടി, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു. ഈസാ നബിയെ കുറിച്ച് ചോദിച്ചാൽ സത്യമേ പറയൂ എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ജഅഫർ ബിൻ അബി ത്വാലിബ് പറഞ്ഞു, ഞങ്ങൾ ബൗദ്ധൈവ വിശ്വാസികളായിരുന്നു, ഞങ്ങൾ ശവന്തീനികളായിരുന്നു, കുടുംബ ബന്ധത്തിന്റെ മാഹാത്മ്യത്തെ തരിപ്പണമാക്കിയവരായിരുന്നു, പെൺകുട്ടികളെ ജീവനോടെ ഒഴിച്ചുമൂടിയതായിരുന്നു, അനാശാസ്യ പ്രവണതകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, ഗോത്ര മഹിമകൾ ഞങ്ങൾക്കിടയിൽ നങ്കൂരമിട്ടിരുന്നു, അനേക തിന്മകളിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ അതാ അള്ളാഹു ഞങ്ങൾക്കൊരു പ്രവാചകനെ നിയോഗിക്കുന്നു. ഗിബ്ബൻ പറഞ്ഞ പോലെ യൂറോപ്പിലെ ബർബറുകളുടെ കുത്തഴിഞ്ഞ നെറികെട്ട ജീവിത കാലഘട്ടത്തിൽ ഭാഗ്യവശാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടായി, ജന്മമുണ്ടായി എന്ന് ഇസ്ലാമിന്റെ വിമർശകനായ ഗിബ്ബൻ പോലും അംഗീകരിച്ച ആ പ്രവാചകന്റെ നിയോഗമുണ്ടായി. എന്താണ് തൗഹീദ്? എന്താണ് സുന്നത്ത്? എന്താണ് ബിദ്അത്ത്? എന്താണ് ജീവിതം? ആരാണ് സ്ത്രീ? എന്താണ് അവളുടെ സ്വാതന്ത്ര്യം? അവൾക്ക് ജനിക്കാൻ അവകാശമുണ്ടോ? അവൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടോ? അവൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമുണ്ടോ? അവർക്ക് സ്വത്ത് സമ്പാദിക്കാൻ അവകാശമുണ്ടോ? ഭർത്താവിനെ പോലെ അഭിപ്രായം പറയാൻ അവകാശമുണ്ടോ? വീട്ടുജോലി ചെയ്യുന്ന കേവലം ഒരു അടിമയാണോ അവൾ? പഠിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ നന്നായി. കുടുംബബന്ധം എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായി. രക്തബന്ധത്തിന്റെ മാഹാത്മ്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതാണ് ആ പ്രവാചകന്റെ നിയോഗം കൊണ്ടുണ്ടായ നേട്ടം. ജഅഫർ ബിൻ അബി ത്വാലിബ് ലോകത്തോട് വിളിച്ചു പറയുന്ന രംഗം രോമാഞ്ചജനകമാണ്, ചിന്താബന്ധുരമാണ്, സൗഭാഗ്യം നിറഞ്ഞതാണ്. എടത്തനാട്ടുകര നമ്മുടെ നാട്, ഒരുപാട് സലഫി പാരമ്പര്യമുള്ള നാട്, അഖീദ അറിയുന്നവരുടെ നാട്, സംഘടിതമായ പ്രബോധനം സംഘടിപ്പിച്ച നാട്. ഓരോ വിജ്ഞാന വേദികൾ കഴിയുമ്പോഴും ഈ നാട്ടിൽ ശർറ് കുറയുന്നുണ്ടോ? തിന്മ കുറയുന്നുണ്ടോ? സഹാബത്തിന്റെ മാതൃക സ്വീകരിക്കുന്നുണ്ടോ? നമ്മുടെ പെൺകുട്ടികൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ മുഖത്ത് കവിളിൽ പുട്ടിയിടുന്നത് അവസാനിച്ചിട്ടുണ്ടോ? വീടിന്റെ ചുമരുകളിൽ പുട്ടിയിടുന്ന പോലെ മണിക്കൂറുകളോളം ടോയ്ലറ്റിലെ കണ്ണാടിയിൽ നോക്കി നമ്മുടെ പൊന്നുമോൾ പുട്ടിയിട്ട് ഒട്ടിയ കവിളായിരുന്നു നമ്മുടെ മകളുടെ കവിട് ഐശ്വര്യ റായിയെ പോലെ ആയത് പുട്ടിയിട്ടിട്ടാണെങ്കിൽ ഒരു സമ്മേളനം കഴിഞ്ഞ് പിരിയവേ നമ്മുടെ മക്കൾ അത് ഉപേക്ഷിച്ചിട്ടുണ്ടോ?
അവരുടെ ഹൃദയത്തിൽ അത് അലയൊലികൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? മദീനത്തെ തെരുവിലെ മദീനത്തേക്ക് മക്കയിൽ നിന്ന് ത്യാഗപൂർണമായ ജീവിതം നയിച്ച് നബിയുടെ സ്വഹാബത്ത് വരുമ്പോ മക്കയിലെ എല്ലാ പ്രയാസവും മാറി മദീനയിൽ അല്പം സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ദിനം വന്നപ്പോ ഈമാനിൽ തെല്ല് കുറവ് വന്നു എന്ന് റഹ്മാനായ റബ്ബ് അറിഞ്ഞു. അപ്പൊ റബ്ബ് ഒരു ചോദ്യം ചോദിക്കേണ്ടവരോട്, അല്ല, മദീനയിൽ വന്നപ്പോ മക്കയിലെ ജീവിതത്തിന്റെ എല്ലാ ദുഃഖഘട്ടങ്ങളിൽ നിന്ന് മദീനയിലോട്ട് പാലായനത്തിന്റെ ശേഷം നിങ്ങൾ വന്നപ്പോ അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അല്ലാത്തൊരു ചോദ്യം. 50-ാം അധ്യായം സൂറത്ത് ഹദീദ് 16-ാമത്തെ വചനം. അല്ലാത്തൊരു ചോദ്യം. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അല്ല, നിങ്ങൾക്ക് സമയമായില്ലേ? ഹൃദയം അല്ലാഹുവിന് കീഴ്പ്പെടാൻ സമയമായില്ലേ? നിങ്ങളുടെ ഹൃദയം അല്ലാഹുവിന് കീഴ്പ്പെടാൻ സമയമായില്ലേ? അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിലേക്ക് മടങ്ങാനും സമയമായില്ലേ? വേദക്കാരായ പോലെ ആവാതിരിക്കാനും സമയമായില്ലേ? അല്ലാത്തൊരു ചോദ്യ. എന്താ ചോദിക്കുന്നത്? ഹൃദയം അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായില്ലേ? വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങാൻ സമയമായില്ലേ? ജൂതന്മാരെ പോലെ ആകാതിരിക്കാനും. ജൂതന്മാർക്ക് എന്തേ പറ്റിയത്? കാലത്തിന്റെ ദൈർഘ്യം അവരുടെ ഹൃദയത്തെ കടുപ്പിച്ചു കളഞ്ഞു. അവരിൽ ഫാസിക്കുകൾ ഉണ്ടായി. പഴയ മുജാഹിദ് മഹല്ലുകളൊക്കെ നോക്കിയാൽ ഫാസിക്കുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. തൗഹീദുണ്ട്, ബിദ്അത്തില്ല, എല്ലാ ഹറാമുണ്ട്. ഒരൊറ്റ ഹറാമല്ലെന്ന് മുക്തരല്ല. എന്താ കാരണം? സ്വഹാബത്തിന്റെ ഈമാനില്ല. സ്വഹാബത്തിന്റെ ഈമാൻ ഇല്ലെങ്കിലോ? സച്ചരിതരെ കുറിച്ചാ ചർച്ച. സച്ചരിതരായ സ്വഹാബത്തിന്റെ ഈമാൻ ഇല്ലെങ്കിലോ? അപ്പൊ എന്താ വരിക? നമ്മളോട് അല്ല പറയാണ്. എന്താ പറയുന്നതറിയോ? യഥാർത്ഥത്തിൽ നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റത്തെ കുറിച്ച് പറയാൻ. ഫൈൻ ആമിനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അല്ല പറയാണ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ ഫഖദ് ഇഹ്തദൗ, അവർക്ക് ഹിദായത്തുണ്ട്. അവർ ഹിദായത്തിലാണ്. ആര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം? ജിന്നിനെ കുറിച്ച് അവരെന്ത് വിശ്വസിച്ചു? മലക്കിനെ കുറിച്ച് അവരെന്ത് വിശ്വസിച്ചു? അള്ളാഹുവിനെ കുറിച്ച് അവരെന്ത് വിശ്വസിച്ചു? അമ്പിയാക്കളെ കുറിച്ച് അവരെന്ത് വിശ്വസിച്ചു? ഔലിയാക്കളെ കുറിച്ച് അവരെന്ത് വിശ്വസിച്ചു? ഈ വിശ്വാസം അവരെങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ. വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. സൂറത്ത് ബഖറയിലെ 137-ാമത്തെ വചനം. അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവർ നിർമാർഗത്തിലായി. ആരാണ് ഈ നിങ്ങൾ? സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ വിശ്വാസം, ആ വിശ്വാസം ആകുന്നവരെ നിങ്ങൾക്ക് ഈ ഹിദായത്ത് കിട്ടില്ല. അള്ള കണ്ടീഷൻ വെച്ച് എന്താണ്? സച്ചരിതരായ സ്വഹാബത്തിന്റെ വിശ്വാസങ്ങൾക്കില്ലേ? അവരെന്താ മലക്കുകളെ കുറിച്ച് വിശ്വസിച്ചത്? അവരെന്താ ജിന്നുകളെ കുറിച്ച് വിശ്വസിച്ചത്? ആ വിശ്വാസം 1 ഇഞ്ച് കൂടാനോ 1 ഇഞ്ച് കുറയാനോ പാടില്ല. ബദർ യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തു. സ്വഹാബത്തിന് അറിഞ്ഞൂടെ? പങ്കെടുത്തു അറിയാം. മുശ്രിക്കുകൾക്ക് വരെ അറിഞ്ഞൂടെ? അറിയാം. അബൂലഹബിന് വരെ അറിയില്ലേ? അറിയാം. അത്ര സ്പഷ്ടമല്ലേ? ആണ്. ഹദീസ് ഗ്രന്ഥങ്ങളിലില്ലേ? ഉണ്ട്. ഖുർആനിലില്ലേ? ഉണ്ട്. എന്നാൽ ബദറിന് ശേഷം ഉഹുദ് ഉണ്ടായില്ലേ? ഉണ്ടായല്ലോ. എല്ലാവർക്കും ഉറപ്പല്ലേ? ഉഹുദ് യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് തോന്നിയോ മലക്കുകളോട് സഹായം തേടാൻ? തോന്നിയോ? ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് ബദറിൽ എന്തായാലും മലക്കുകൾ പങ്കെടുത്തല്ലോ, അപ്പൊ പിന്നെ അവരോട് തേടാൻ അവർ ഈ പരിസരത്ത് എന്തെങ്കിലും വരുമോ എന്ന് തോന്നിയോ? അല്ല, തോന്നിയില്ല. എന്താ തോന്നാത്തത്? അവരുടെ അഖീദ വളരെ ക്ലിയറാ. അവർക്കറിയാം, അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവരുടെ ഈമാൻ എന്താണോ അതുപോലെ. അള്ളാഹ് എന്താ പറയുന്നറിയോ?
ആ സ്വഹാബത്തിന്റെ ഈമാനും കാര്യമൊക്കെ പഠിച്ചിട്ട് എന്തേ അവർ വഴിതെറ്റിപ്പോയത്? വൈൻ തവല്ലൗ, ഇനി നിങ്ങൾ തിരിയുകയാണെങ്കിൽ എന്തേ കലഞ്ഞത്? അവരുടെ നിലപാട് കക്ഷി മാത്സര്യമാണ്, അവരുടെ പ്രസ്ഥാനത്തോടുള്ള കൂറാണ്, ആദർശത്തോടുള്ള കൂറല്ല. അതെവിടൊക്കെ പറയുന്നത് 30-ാം അധ്യായം 32-ലും പറയുന്നുണ്ട്. കക്ഷികളായി മിനല്ലദീന ഫറഖൂദീനഹും വകാനൂ ശിഅൻ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. കക്ഷികളായി തിരിഞ്ഞവർക്ക് കക്ഷിത്വമായിരിക്കും വലുത്, ദീന് വലുതാവില്ല. എന്നത് കാണാണ്, പ്രകടമായി കാണും. സത്യത്തിനോ നന്മക്കോ ഒന്നൊരു വിലല്ല. അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്നുള്ള പറയാനെന്ത്? അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ അല്ല മതി. അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പൊ സഹാബത്തിന്റെ വിശ്വാസം അതാണ് തുടക്കം. ആ സഹാബത്ത് എങ്ങനെയുള്ളവരാ? അവരുടെ ജീവിതം എങ്ങനെയാ മാറിയത്? അവർ അള്ളാന്റെ റസൂലിനെ കേട്ടു, ഖുർആനിന്റെ വചനങ്ങൾ കേട്ടു. ഉഖാദയിൽ, ദുൽമജാസിൽ, മജന്നായിൽ വെറുക്കപ്പെട്ടവനായി നബിയെ ശത്രുക്കൾ പരിചയപ്പെടുത്തിയപ്പോ അവർ ചെവി കൊടുക്കാൻ തയ്യാറായി. അവരെ അള്ളാഹുലേക്ക് വിളിക്കുന്ന ഒരു റസൂലിനെ അന്നാമിനു ബിറബ്ബിക്കും, അതെ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അന്നാമിനു ബിറബ്ബിക്കും, റബ്ബിൽ വിശ്വസിക്കൂ എന്ന് വിളിച്ചു പറയുന്ന ഒരു ദൂതനെ, ഒരു പ്രബോധകനെ അവർ കേട്ടു. കല്ലേറ് കിട്ടുമ്പോഴും കൂക്കുപിടി കിട്ടുമ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പ്രവാചകനെ അവർ കേട്ടു. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അവർ മനസ്സിലാക്കി. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അവർ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ഖുർആൻ അവർ കേട്ടപ്പോ, നിങ്ങൾക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, സത്കർമ്മം ചെയ്യുന്നവരാര് എന്ന് പരീക്ഷിക്കാനാണ്. ജീവിതം ഒരു പരീക്ഷണമാണ്. അവർക്ക് മനസ്സിലാക്കി. ജീവിതം അടി മുതൽ മുടി വരെ അവർക്ക് മാറി. അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ തെറ്റായ ധാരണകൾ, അല്ലെ അള്ളാഹിനെ കുറിച്ച് സുഹൃത്തനാമിൽ കാണാം 90 മുതലുള്ള വചനം. അള്ളാഹിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല. ഭൂരിപക്ഷം മനുഷ്യർ റബ്ബിൽ വിശ്വസിച്ചു, ശിർക്കോടുകൂടി. ഖുർആന്റെ 12-ാം അധ്യായം 106-ാമത്തെ വചനം. ശിർക്കുണ്ടായിരുന്ന ഒരു സമുദായം. അബൂജാഹിലിന്റെ മകനായിരുന്നു ഇക്രിമ, വലിയൊരു സഹാബിയാണ്. കപ്പലിലെ യാത്രയിൽ മനസ്സിലായി, കപ്പലിൽ കാറ്റും കോളും വന്ന് കപ്പൽ ആടിയുടഞ്ഞപ്പോ കപ്പിത്താന്റെ വാക്കുകൾ അബൂജഹലിന്റെ മകന്റെ ഹൃദയത്തിൽ, ഇക്രിമയുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തി. ഇക്രിമ ചോദിച്ചു, എന്താ പറഞ്ഞത്? അല്ല മാത്രമേ കടന്ന് രക്ഷപ്പെടുത്തൂ. അപ്പൊ കരയിൽ ഞങ്ങൾ വിളിക്കുന്ന ആളുകളോ, അവർക്കൊന്നും നിങ്ങളെ കടലിന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. മുഹമ്മദ് പറയുന്ന അള്ളാഹുവിനല്ലാതെ ഇക്രിമ പ്രഖ്യാപിച്ചു എങ്കിൽ, അല്ല എന്നെ ഈ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുഹമ്മദ് നബിയുടെ മതത്തിൽ ചേരും, അള്ളാനെ മാത്രം വിളിക്കുന്ന മതത്തിൽ ചേരും. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാന്മാരെ വിളിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇക്രിമക്ക് എന്താ മാറേണ്ടിയിരുന്നത്? അള്ളാഹിനോടും ചോദിക്കുക, മഹാന്മാരായ ഇബ്രാഹിം നബിയോടും ചോദിക്കുക. ഇക്രിമ ഇസ്ലാം ആയതിനു ശേഷം അല്ലാ എന്നല്ലാതെ, റബ്ബേ എന്നല്ലാതെ, അല്ലാഹുമ്മ എന്നല്ലാതെ ഏതെങ്കിലും ഒരു ശൈഖിനെ, ബീവിയെ, വലിയനെ, ഔലിയാഇനെ, ജിന്നിനെ, മലക്കിനെ ഒന്നും വിളിച്ചിട്ടില്ല. അതാണ് ഇസ്ലാം, അതാണ് ദീനുൽ ഖയ്യിം. അല്ലെ, അങ്ങനെ തന്നെയല്ലേ? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ്സലാ വയുത്തുസ്സകാ വദാലിക ദീനുൽ ഖയ്യിമ. സൂറത്ത് ബയ്യിന 5-ാമത്തെ വചനം. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. 51-ാം അധ്യായം സൂറത്ത് ദാരിയാത്ത് 55, 56, 57 വചനം. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യനെ. ജിന്നിനെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അപ്പൊ പിന്നെ ഇൻസ് ജിന്നിനെ ഇബാദത്ത് ചെയ്യാന്നുള്ളത് ഉണ്ടാവോ? ജിന്നിനെ സൃഷ്ടിച്ചതും ഇൻസിനെ സൃഷ്ടിച്ചതും അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണെങ്കിൽ ഇൻസ് പിന്നെ ജിന്നിനെ തെരഞ്ഞെടുക്കുവോ ഇബാദത്തിന്? ഉണ്ടാവുമോ? മരുഭൂമിയിൽ പെട്ടു, കടലിൽ പെട്ടു, വെള്ളത്തിൽ പെട്ടു, തോണിയിൽ പെട്ടു, എവിടെ പെട്ടു? കാറിന്റെ അടിയിൽ കിടക്കാൻ ആരും കണ്ടില്ല. പരിസരത്ത് ജിന്നുണ്ടാവാം, വിളിക്കോ? ഓൻ വിളിക്കില്ല. കാരണം എന്താ? പറയൂ നബിയേ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല, ഞാൻ അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല. സൂറത്ത് ജിന്നിലാതുണ്ട്. പിന്നെ സൂറത്ത് ജിന്ന് എന്ന അധ്യായം വായിക്കുന്നിടത്തും പിന്നെ ജിന്നിനെ വിളിക്കോ? ഖുർആന്റെ 72-ാം അധ്യായം
20-ാമത്തെ വചന ക്ലാരിറ്റി വന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി, സ്വാത്വികനായ സ്വഹാബി, അടിമ വംശജൻ അല്ലേ, കറുത്ത സ്പ്രിങ് പോലെ മുടിയുണ്ടായിരുന്ന മനുഷ്യൻ, ചപ്പിയ മൂക്കുണ്ടായിരുന്ന ആള്, ഹൈറ്റ് കുറഞ്ഞ ആള്, ഈ കേബിനെ പോലെ കറുത്ത ആള്, ആ ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് വിളിയടാ ലാത്തവല്ലുദ്ദ എന്ന് പറഞ്ഞപ്പോ വിളിക്കില്ലടാ അഹദ് 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 എന്ന് പ്രഖ്യാപിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ജീവിതത്തിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച ആള് അല്ലെ, ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങിയ ആള്, അതെ, കത്തിച്ചു വെച്ച തീജ്വാലകൾ വലിച്ചേക്കപ്പെട്ട ആള്, കഴുത്തിൽ കയറിട്ട് കുടുക്കി വലിച്ച ആള്, കല്ലേറുകൾ ഏറെ ഏറ്റുവാങ്ങേണ്ടി വന്ന ആള്, മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ബലിഷ്ഠമായ ശിക്ഷാവിധികൾക്കും വിധേയനായ ബിലാൽ. ആ ബിലാലിന്റെ സ്വരം ലോകം കേട്ടത് റസൂലുള്ളാഹി അദ്ദേഹത്തിലെ കഴിവിനെ കണ്ടറിഞ്ഞതുകൊണ്ടാണ്. കറുത്ത വർഗ്ഗക്കാരനായി ഏതോ കന്നുകാലി ചന്തയിൽ വിൽക്കപ്പെടുന്ന പോത്തിനെ പോലെ വിൽപ്പന ചരക്കായി മാറിയ ബിലാലിനെ പരിശുദ്ധ കാബയുടെ മേലെ കയറി നിന്ന് കാലത്തിന്റെ ലോകത്തിന്റെ ചരിത്രത്തിൽ കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ? ബിലാലിൻ സുന്ദര ബാങ്കുലികളെന്ന് മനോഹരമായ മാധുര്യം കൊണ്ട് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളെ ആനന്ദ തുന്തിലമാക്കിയ ബിലാലിന്റെ ബാങ്കുലി ലോകം കേട്ടത് അങ്ങനെയാണ്. ആ ബിലാലിനെ സൃഷ്ടിച്ച ഈ മതം, ധാർമ്മികത പാലിക്കാൻ പഠിപ്പിച്ച ബിലാലിന്റെ മതം, കഷ്ടപ്പാടുകളെയും നൊമ്പരങ്ങളെയും മറികടന്ന ബിലാലിന്റെ നെഞ്ചിലെത്തിയ തൗഹീദ്, അള്ളാഹുവിന്റെ വഹദാനിയത്ത്, ഏത് മനുഷ്യനും പീഡിപ്പിച്ചാലും മർദ്ദിച്ചാലും വഹദാനിയത്ത് കൈവിടുന്ന ബിലാലിന്റെ തീരുമാനം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്റെ നാഥനെ ഞാൻ വിളിക്കുള്ളൂ എന്ന് തീരുമാനിച്ച ബിലാലിന്റെ ചരിത്രം എത്ര യുവാക്കൾക്ക് ആവേശമുണ്ടാക്കുന്നുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടിലെ 1000 ഗോളുകൾ അടിക്കുന്ന മെസ്സിയുടെ പിന്നാലെ പോകുന്നവരോട്, റൊണാൾഡോയുടെ പിന്നാലെ പോകുന്നവരോട്, ലോകത്തെ ക്രിക്കറ്റ് താരങ്ങളുടെ പിന്നാലെ പോകുന്നവരോട് ജീവിതത്തിന്റെ ധാർമ്മികത പാലിച്ച് ധനകാര്യവകുപ്പ് സൂക്ഷ്മമായി കൈകാര്യം ചെയ്ത് നീതിയുടെ മൂലോദാഹരണമായി സ്വർഗത്തിൽ ചെരുപ്പിന്റെ കാലടി ശബ്ദങ്ങൾ കേട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, ആ ബിലാലിന്റെ മാർഗത്തെ പിന്തുടരുന്ന എത്ര ആധുനിക ബിലാലുമാർ നമ്മുടെ ഇടയിലുണ്ട്. ബിലാലിനെ പോലെ ശുഭ്രമായ ഒരു ഹൃദയം ചുമന്ന് ജീവിതത്തിൽ പരിശുദ്ധമായി റബ്ബിനെ ഭയപ്പെട്ട ആ ബിലാലുമാരെവിടെ? ആ ഹംദലമാരെവിടെ? ആ ജാബിർമാരെവിടെ? ആ അബ്ദുല്ലമാരെവിടെ? അതല്ലേ ചോദ്യം. എവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്? എവിടെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്? എവിടെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ലാസ് എന്ന ചോദ്യത്തിന് വളരെ ഗൗരവമായ ഉത്തരമാണ് ഈ സമ്മേളനത്തിലൂടെ നാം പൂരിപ്പിക്കുന്നത്. എടത്തനാട്ടുകരയിൽ മാത്രമല്ല, ഇത് റെക്കോർഡ് ചെയ്ത് കേരളത്തിൽ യൂട്യൂബിലൂടെ നാളെ ലോകം കേൾക്കുമ്പോ ഓരോരുത്തരും ഇരുന്ന് ഒന്ന് ചിന്തിക്കുക, ഞാനെന്ന യുവാവ്, ഞാനെന്ന യുവതി, എന്റെ ജീവിതം എന്തായിരുന്നു എന്ന് ഗൗരവമായ ചിന്തക്ക് വിഷയീഭവിക്കേണ്ടതുണ്ട്. അല്ലെ, ആരാ സ്വഹാബിമാര്? സമയത്തിന്റെ കുറവ് നമുക്കുണ്ട്. ദീർഘമായ 1.25 ലക്ഷത്തോളം സ്വഹാബിമാരുണ്ട്. അവരെ കഥ 1 മണിക്കൂറുണ്ടോ 2 മണിക്കൂറുണ്ടോ തീരില്ല. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് ചില ആളുകളുടെ ചരിത്രത്തിലൂടെ കടന്നു പോവുകയാണ്. ഒന്നാമത്തത് ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന. അല്ലാഹു പറയാണ് വിശുദ്ധ ഖുർആനിലെ 48-ാം അധ്യായം സൂറത്ത് ഫതഹിലെ 18-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയാനുണ്ട്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ. സഹാബത്തിനെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ലോകത്ത് അല്ലാഹുവിന്റെ തൃപ്തി, പടച്ചതമ്പുരാന്റെ സംതൃപ്തി, പടച്ചതമ്പുരാന്റെ ഇഷ്ടം, പടച്ചതമ്പുരാന്റെ അടിമയുടെ മേൽ ഹുബ്ബ് വെക്കുക. എന്നിട്ട് അല്ലാഹു പറയാണ്, ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്ത് ചെയ്തിട്ടുള്ള, ആ ബൈഅത്തുർ റിദ്വാന്റെ ചുവട്ടിൽ വെച്ച് റസൂലിന് ബൈഅത്ത് ചെയ്തിട്ടുള്ള അവരുടെ ഹൃദയത്തെ അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. നിഷ്കളങ്കമാണ് എന്ന്, പാപത്വമില്ലെന്ന്, കുഫ്റില്ലെന്ന്, ദുനിയാവിന് വേണ്ടി മാറിക്കൊണ്ടിരിക്കുന്ന കൽബല്ലെന്ന്. ഇന്നലെ ഒരു കൂട്ടായ്മയിൽ, പിറ്റേന്ന് വേറൊരു കൂട്ടായ്മയിൽ, പിന്നെ വേറൊരു കൂട്ടായ്മയിൽ, അത് കഴിഞ്ഞ് അതിന്റെ ദിവസം വേറൊരു കൂട്ടായ്മയിൽ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്, നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയുന്നത്, മറ്റന്നാൾ പറഞ്ഞതല്ല അതിന്റെ പിറ്റേന്ന് പറയുന്നത്. സ്വന്തമായ അസ്തിത്വമില്ലാത്ത, ആദർശമില്ലാത്ത ആളുകളല്ല ആ സഹാബത്തിന്റെ ഹൃദയത്തെ അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ സ്വർഗത്തിലാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അനാദിയായ അല്ലാഹുവിന്റെ തൃപ്തി ഈ സഹാബത്തിന്റെ മേലുണ്ട്. അവരെ തെറി പറയുന്നവർ, അവരെ വെറുക്കുന്നവർ, അവരുടെ പേര് കേട്ട് റളിയല്ലാഹു അൻഹു പറയാത്തവർ, അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇവർക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹു തീർത്തു പറഞ്ഞിരിക്കുന്നു. അവരാകുന്നു സഹാബികൾ. ചിന്തിക്കാനാണ്. അടുത്ത വാചകം, സമയത്തിന്റെ കുറവുകൊണ്ട് വേഗം പറഞ്ഞു പോവുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്,
വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹ്മാഉ ബൈനഹും തറാഉം റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. സൂറത്ത് മുഹമ്മദിലെ 29-ാമത്തെ വചനം, അവസാനത്തെ വചനം മനോഹരമാണ്. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തോടൊപ്പമുള്ളവർ സഹാബത്ത്, വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് സത്യനിഷേധത്തിന്റെ പേരിൽ അടിവരട്ട് പറഞ്ഞ വാക്കാക്കും. സത്യനിഷേധികളോട് അവരുടെ സത്യനിഷേധത്തിന്റെ ഊക്കനുസരിച്ച് അശിദ്ദാഉ കാർക്കശ്യത്തിൽ വർത്തിക്കും. പിന്നെ അവർ തമ്മിലോ, സത്യനിഷേധികളോട് അവിശ്വാസികളോട് അവരുടെ സമീപനം ഇതാണ്. എന്നാ അവർ സ്വഹാബികളോ റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ കാരുണ്യം, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും നേടിക്കൊണ്ട് അവർ കുമ്പിടും. അവരെന്തിനാ സുജൂദിന് വരുന്നത്? അള്ളാഹനെ മാത്രം മുൻനിർത്തിയ, നാട്ടുകാരെ പേടിച്ചിട്ടല്ല, ബാപ്പാക്ക് വേണ്ടിയല്ല, ഉമ്മാക്ക് വേണ്ടിയല്ല. നിസ്കരിച്ചോ മോളെ എന്ന് ചോദിക്കണ്ട, ബാങ്ക് കൊടുത്തോളം നിസ്കരിക്കും. കാരണം എന്താ? അള്ളാന്റെ തൃപ്തി. ഇത് വളരെ പ്രധാനമായ ഒരു പദമാണ്. അള്ളാന്റെ തൃപ്തി, അള്ളാന്റെ വജഹ്, അത് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആർക്ക് സാധിക്കും? ഖുർആൻ പറഞ്ഞല്ലോ, ഫീഹി റിജാലുൻ, ആ പള്ളിയിൽ കുറച്ചാളുണ്ട്. വളരെ പ്രത്യേകത, കച്ചവടം ഒരിക്കലും വിഷയമല്ല. കോർട്ടിലെ കളിയോ സെവൻസോ ഫുട്ബോളോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള, മുജാഹിദുകൾ ഭൂരിപക്ഷമുള്ളിടത്ത് അവിടെ ഇരിക്കൂല ഇന്നത്തെ യുവാക്കൾ ഇവിടുത്തെ ഭൂരിപക്ഷം. എന്താ കാരണം? അള്ളാഹ് പറയാണ്, എന്നാലേ അള്ളാന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരുടെ പ്രത്യേകത എന്താ അറിയോ? യഖാഫൂന യൗമൻ തതകല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. സൂറത്ത് നൂറാൻ 24-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വചനം. അള്ളാഹ് പറയാണ്, കച്ചവടക്കണ്ട് ശരിയാ, നല്ല തിരക്കുക, പക്ഷെ ബാങ്ക് കൊടുത്ത മൂപ്പര് പള്ളി പോകും. ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോകും. കളിക്കുകയാണെങ്കിലോ കളി അവിടെ ഫുൾ സ്റ്റോപ്പ് ആകും. ഫുട്ബോൾ കളിക്കുക, മരി ബാങ്ക് കൊടുക്കുക, നിർത്തി, മതി. ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾ അവർ ഫുൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് മതി, 10 മിനിറ്റ്, കളി 1.5 മണിക്കൂർ, 10 മിനിറ്റ് നിർത്തിയേക്കുക. ബാങ്ക് കൊടുത്താൽ മുസ്ലിങ്ങളാണോ കോർട്ടില് മക്കളെ പഠിപ്പിക്കുക, അവിടെ നിർത്തുക, എന്നിട്ട് നിസ്കരിച്ച് വരാൻ പറയും. അല്ലേ? ഇന്നത്തെ ടർഫില് വ്യാപകൽ ഒരു പോണം വിളിച്ചല്ലേ, അവൻ ബേജാറൊന്നുമില്ലല്ലോ, ഇരുട്ടായി പോകുന്നു. കുറച്ചുകൂടെ കളിച്ചിട്ട് പിന്നെ നിസ്കരിക്കാൻ. അങ്ങനല്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബുൽ അബ്സാർ, ഹൃദയം മറഞ്ഞു പോകുന്ന, കണ്ണുകൾ അഞ്ചിതമാകുന്ന ഒരു ലോകം, അതിനെ പേടിച്ചിട്ട് അവർ റബ്ബിന്റെ മുമ്പിൽ വരുന്നവരാണ്. സ്വഹാബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. അനസ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നവരെ കരഞ്ഞുണ. എന്തിനെ? സുബൈന്റെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ. എങ്ങനെ സുബഹിയുടെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മരിക്കുന്നവരെ കരഞ്ഞത് അനസ് റളിയല്ലാഹു അൻഹു എന്ന സാത്വികനായ സഹാബി. ബേജാറായിരുന്നു. മാറുമറക്കാൻ വേണ്ടി ആയത്തിറങ്ങി. സൂറത്ത് അഹ്സാബും സൂറത്ത് നൂറും അത് അവതരിപ്പിച്ചപ്പോൾ സ്ത്രീകൾ മാറുമറച്ചു, കള്ളിച്ചെടികൾ വെച്ചു. കള്ളിച്ചെടിയുടെ മുള്ളെടുത്ത് അവർ മാറിലേക്ക് കീറിയ കുപ്പായങ്ങൾ കൂട്ടിയോജിപ്പിച്ച് അവർ പിന്നുകൊണ്ട് അതിനെ ഒന്നിപ്പിച്ച് മാറുമറച്ചു. പേടിയായിരുന്നു അവർക്ക്. അല്ലാഹ് പറഞ്ഞാൽ അനുസരിക്കുമായിരുന്നു. ചരിത്രത്തിലെ ഒരു സംഭവം ഞാൻ പറയാം. സ്ത്രീകളാണ് ഇവിടെ കൂടുതലുള്ളത് എന്നതുകൊണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ, മക്കൾ, അനുജത്തിമാർ, ഇത്താത്തമാർ ഒന്ന് കേട്ടുനോക്കിയേ. ജുലൈബി റളിയല്ലാഹു തആല അൻഹു വൈരൂപ്യനായിരുന്നു, സൗന്ദര്യമൊന്നുമില്ലാത്ത ആളായിരുന്നു, പെണ്ണിട്ടാൻ സാധ്യതയില്ലാത്ത ആളായിരുന്നു. കല്യാണം എന്നത് ആ സ്വപ്നം അദ്ദേഹം ഉപേക്ഷിക്കായിരുന്നു. ഇക്കാരും പെണ്ണേരൂല. സ്ത്രീകൾ ശരിക്കും ശ്രദ്ധിക്കണം. മക്കളെ അറബി കോളേജിൽ പഠിക്കുന്നവരെ ശരിക്കും ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ഖുതുബക്ക് പോകുന്നവരെ ശ്രദ്ധിക്കണം. വിശ്വത്തിൽ വിശ്വസിക്കുന്നവരെ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അന്ന ജുലൈബി കല്യാണം കഴിക്കണ്ടേ? നബിയോട് നിങ്ങളെ കളിയാക്കാണോ? ഏത് ബാപ്പയാണ് ഇന്നെ കണ്ട അയാളെ മോളെ കെട്ടിക്കുക? ഏത് ഉമ്മയെ കെട്ടിക്കുക? ശരിയാണ്, ഒരു സൗന്ദര്യമില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബിനോട് പറയാണ്, ഇന്ന വീട്ടിലൊരു പെണ്ണുണ്ട്, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ നീ അവിടെ ചെല്ല്. ആലോചിക്കണേ, ആ സ്വഹാബി നബി പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിനൊരു കാരണവും അദ്ദേഹത്തെ കണ്ട ആരും ഇഷ്ടപ്പെടില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടാ പോണത്. അങ്ങനെ
ആ മനുഷ്യൻ ഈ വീട്ടിൽ ചെന്ന് സലാം പറഞ്ഞു. വീട്ടിലെ രക്ഷിതാവ് ചോദിച്ചു, എന്തേ വന്നത്? ഒന്നുമില്ല, നിങ്ങളെ മോളെ പെണ്ണാലോചിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അദ്ദേഹം ആകെ ആശ്ചര്യപ്പെടും. കാരണം അതീവ സുന്ദരിയായ ഒരു പെണ്ണ. ആ സുന്ദരിയായ പെണ്ണിനെ വൈരൂപിയായ ജുലൈബീബിന് കല്യാണം കഴിച്ചു കൊടുക്കേ. സഹാബിയാണ്, ഇതും സഹാബിയാണ്. ആ വീട് ഇസ്ലാമാണ്. ആ വീട്ടിലേക്കാണ് റസൂൽ പറഞ്ഞേക്കുന്നത്. കാഫിറിന്റെ വീട്ടിലേക്കല്ല, മുസ്ലിമിന്റെ വീട്ടിലേക്കാണ്. അപ്പൊ അദ്ദേഹം വീട്ടിൽ ഉള്ളോട്ട് കടന്നു. ഈ പിതാവ് ഭാര്യ തർക്കിക്കാണ്. പറ്റൂല, ഇതിനേക്കാൾ സൗന്ദര്യമുള്ള എത്രയോ ആളുകൾ വന്നിട്ട് നമ്മളെ മോളെ നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പറ്റൂല. ഈ ചർച്ച എങ്ങനെ ശ്രദ്ധിക്കാണ്. പിറകെ ഇരുന്ന് ജുലൈബീബ് എഴുന്നേക്കാൻ നേരം ഒരു പെൺകുട്ടിയുടെ ശബ്ദം അകത്ത്. എന്താ ശബ്ദം? ഉമ്മ അപ്പ ഒന്ന് നിൽക്കണേ. ആ വീട്ടിലെ മോളാ. ആ വീട്ടിലെ മോള് ചോദിച്ചു, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ലേ? ഞാനിവിടെ പറയുന്നത് ഇതല്പം വൈകാരികമാണ്, വൈചാരികമാണ്, എല്ലാമാണ്. സഹോദര, ഈ മോള്, ഈ ബാപ്പാന്റെ ഇമ്മാന്റെയും മോള് ബാപ്പാന്റെ ഇമ്മാന്റെയും ചർച്ച കേട്ടു അല്ലെ? പ്രായം കൊണ്ട് മോള് താഴെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ ആ മകള് ചോദിക്കാണ്, ഖുർആൻ വായിച്ചിട്ടില്ലേ? ഒരു പറഞ്ഞു, അതെ. സൂറത്ത് അഹ്സാബ് വായിച്ചിട്ടില്ലേ? അതെ. സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനം വായിച്ചിട്ടില്ലേ? അതെ. ഞങ്ങൾ ഇങ്ങനെ തർക്കിക്കൂല. ഖുർആനിന്റെ ഹഖ തിലാവത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തർക്കിക്കൂല. ജുലൈബീബിന്റെ മുഖത്ത് നോക്കി, ജുലൈബീബിന്റെ സൗന്ദര്യം നോക്കി, ജുലൈബീബിന്റെ ആന്തരിക സൗന്ദര്യം മറന്ന് നിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നില്ല. എനിക്കിഷ്ടമാണ് ഈ കല്യാണം, അള്ളാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്തതാണ്. കാരണം ഞാൻ ഈ ഖുർആനിക വചനത്തെ നടപ്പാക്കുന്നു. മക്കളെ, സഹോദരിമാരെ, ഏതാണ് ഖുർആനിക വചനം? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുൽ ഖീറതു മിൻ അംരി വമൻ യഹ്തില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാല മുബീന. എത്ര മുജാഹിദുകൾ ഈ ഖുർആന്റെ വചനം കേട്ടിട്ടുണ്ട്? എത്ര കാലം മുജാഹിദുകൾ ഈ വചനം കേട്ടിട്ടുണ്ട്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹുവും റസൂലും ഒരു കാര്യം വിധിച്ചാൽ സത്യവിശ്വാസിക്കാകട്ടെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ പാടില്ല. ജുലൈബീബിനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഖുർആനിക വചനത്തെ ലംഘിച്ച് വിദൂരമായ വഴികേടിലാകാൻ ഞാൻ തയ്യാറല്ല. ജുലൈബീബ് പിന്നീട് കൊല്ലപ്പെടുകയും ഈ സ്ത്രീ വിധവയാകുകയുമാണ്. പക്ഷെ ആ സ്ത്രീയുടെ മനസ്സ് എത്ര പേർക്കുണ്ട്? ആരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? നല്ലൊരു ബൈക്കുണ്ടോ? ഇറങ്ങിയ പാന്റ് ഉണ്ടോ? ജീൻസിന് 350 കീറലുണ്ടോ? നവനാണ് ആധുനികൻ, ഫ്രീക്കൻ. പിന്നെന്താണ്? കുടിക്കരുത്. പിന്നെയോ മുടി ചേന പോലെ നിൽക്കണം. പിന്നെ കോല് പോലത്തെ ഒരു ശരീരം ഉണ്ടാകണം. അല്പം തെമ്മാടിത്തം കയ്യിലുണ്ടാവണം. കഞ്ചാവൊക്കെ ഇടക്കിടക്ക് കഴിക്കണം. കള്ളൊക്കെ ഇടക്കിടക്ക് കുടിക്കണം. അങ്ങനത്തെ തന്നെ മതി എനിക്ക്. താടി ഉണ്ടോ? എനിക്ക് പറ്റൂല. ദീനുണ്ടോ? എനിക്ക് പറ്റൂല. നിസ്കരിക്കുന്ന ആളാണോ? എനിക്ക് പറ്റൂല. അതല്ലേ ആധുനിക പെൺകുട്ടികൾ. ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ വെറുതെ വന്നതാണോ? അതാവരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ജനത നിലപാടുകളിൽ മാറ്റം വരുത്താത്ത കാലത്തോളം അല്ലാഹു മാറ്റം വരുത്തില്ല. സൂറത്ത് റഅദ് 13-ാം അധ്യായം 11-ാമത്തെ വചനം. അതഅ്മുറൂന അൻ-നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂന അൽ-കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നല്ലത് കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ മറന്നു പോവുകയും വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരായിരിക്കെ നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുകയോ? സൂറത്ത് ബഖറ 44-ാമത്തെ വചനം. അപ്പോൾ സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ ഒന്നാമത്തെ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഒരുപാട് കേട്ടതാണ്, ഒരുപാട് അറിഞ്ഞതാണ്, ഒരുപാട് മനസ്സിലാക്കിയതാണ്, ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആരാ? സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ ആദ്യമായി കടന്നു പോകുന്ന വലിയാരാ? അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർക്ക് ശേഷമുള്ള പ്രവാചകന്മാർ കഴിഞ്ഞാൽ ആദ്യമായി ആ സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന വലിയേതാ? സിയമ്മടപൂരല്ല, ശൈഖ് ജീലാനിയല്ല, അബൂബക്കർ സിദ്ദീഖ്. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു? വലിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് ആരാ? വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് സിദ്ദീഖുൽ അക്ബർ എന്ന് പേര് വരുന്നത് നമുക്കൊക്കെ അറിയാം. മിറാജിന്റെ രാത്രി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കുന്നു. ഇവിടെ ഇമാമ നിൽക്കുന്നു, നിസ്കരിക്കുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7-ാം ആകാശത്തേക്ക് രാപ്രയാണം നടത്തുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വരാൻ 2 മാസ വഴി ദൂരമാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. തിരിച്ചു വരുന്നു. ആ രാത്രിയിൽ തന്നെ ഈ സംഭവം മക്കയിൽ കോളിളക്കമുണ്ടാക്കി. വിശ്വസിക്കാൻ കഴിയാത്തതായി, ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ഗ്രിപ്പായി. അവരത് പ്രചരിപ്പിച്ചു. വഴിമധ്യത്തിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കണ്ടു. അബൂബക്കറെ, ഒന്ന് നിൽക്കണേ, ഒന്ന് നിൽക്കണേ, നിങ്ങളൊക്കെ വലിയ ആളായിട്ട് കൊണ്ടിടക്കണേ, നിങ്ങളെ നബിയില്ലേ? ആ നബി പറയാണ്, ഇന്നലെ രാത്രി ഒറ്റ ദിവസം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലും അവിടുന്ന് 7 ആകാശവും കടന്നു പോയി. സൂര്യന്റെ ദൂരം 15 കോടി കിലോമീറ്റർ അകലെയാണ്. ഭൂമിയിൽ നിന്ന് സൂര്യൻ 1-ാം ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം 15 കോടി കിലോമീറ്ററാണ്. 8 മിനിറ്റ് കൊണ്ടാണ് സൂര്യനിൽ പ്രകാശം ഭൂമിയിലെത്തുന്നത്. അല്ലേ? ആ സൂര്യനെയും കടന്ന് 1-ാം ആകാശവും കടന്ന് 2ഉം കടന്ന് 3ഉം കടന്ന് 4ഉം കടന്ന് 7 ആകാശങ്ങളെ അടുക്കുകളായി ആ 7 ആകാശവും കടന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ കാബ ഖൗസൈൻ ഔ അദ്നാ എന്ന് പറയുന്ന വിധത്തിൽ റസൂൽ പോയി. അബൂബക്കറെ എന്ന് പറയുന്നു. എങ്ങനെയാ അബൂബക്കറെ ഇത് വിശ്വസിക്കുക? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒറ്റ ചോദ്യമേ, ഒറ്റേ ഒരു ചോദ്യം. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ 2 ചുണ്ടുകൾക്കിടയിലുള്ള നാവ് കൊണ്ട് ഇത് പറഞ്ഞുവോ? ശത്രുക്കളോട് ഒറ്റ ചോദ്യം, എന്റെ റസൂലുള്ള നേർക്കുനേരെ നിങ്ങളോട് പറഞ്ഞോ? അതെ, എന്നാ എനിക്കൊരു സംശയമില്ലട്ടോ, അത് സത്യമാണ്. അതിനാണ് ഇസ്ലാം എന്ന് പറയാം. നബി അങ്ങനെയൊക്കെ പോയി എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ആരാ? മതപണ്ഡിതന്മാരാണ്. മതപണ്ഡിതന്മാരാണ്, വലിയ നേതാക്കന്മാരെ മക്കളാണ്. ഒരു കാലത്ത് നവോത്ഥാനത്തിന്റെ വെന്നിക്കൊടി പാറിച്ച മഹാപണ്ഡിത കേസരികളുടെ മക്കളാണ്. തലതിരിഞ്ഞ ഒരു രക്ഷയുണ്ടാവില്ല. ഹിദായത്തിൽ ഉറച്ചു കിട്ടാൻ അറിയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ദുആ എന്താ അറിയോ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. ഒന്ന് ഖുർആനിൽ നിന്നാണ്, 3-ാം അധ്യായം 8-ാമത്തെ വചനം. മറ്റൊന്ന് ഹദീസാണ്. ഹൃദയം ഇസ്ലാമിൽ ഉറപ്പിച്ചിരുത്തമേ. ഫുലൂസിന്റെ എണ്ണം കാണുന്നതിനനുസരിച്ച് മാറിപ്പോകരുതേ. നാട്ടുകാരെ പറ്റിക്കുന്ന പണിയെടുക്കരുതേ. ഇന്നൊരു വിശ്വാസം പറയാ, നമ്മൾ മുതലെടുക്കുക, നാളെ വേറൊന്ന് ചാടുക. അപ്പൊ ഇവരൊക്കെ നിസ്സായരായി പോവുക. ഇത് ബസ് ഓടിച്ച ഡ്രൈവർ ചുരത്തിന്റെ 9-ാം വളവ് കൊണ്ട് ഈ ബസ് നിർത്തി പോകുന്ന പോലെ. ആ ജാതി ഉണ്ടല്ലോ, ആ ജാതി പെടാതിരിക്കാൻ എന്താ ചെയ്യുക? വല്ലാത്ത ജാതി, വല്ലാത്ത ജാതിയാണ്. ആ വല്ലാത്ത ജാതികളിൽ നിന്ന് മോചനം നേടുക. ആരായാലും, ഏത് പ്രസ്ഥാനത്തിലോനായാലും കേട്ടോ, വളരെ ഗൗരവമായി തന്നെ നമ്മൾ ആലോചിക്കണം. ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പ്രാർത്ഥിക്കുക. ഞാൻ വെറുതെ പറയല്ല. റജ്ജാൽ സഹാബിയായിരുന്നു. റജ്ജാൽ, ദജ്ജാലല്ല, റജ്ജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇങ്ങനെ നിൽക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് കാഫറായിട്ടാ മരിക്കുക. ആലോചിക്കണം, ഉഹുദ് മലയോളം വലിപ്പുണ്ടാവും എന്റെ പല്ലിന്. വല്ലാത്ത അബൂ ഹുറൈറന്റെ ആ കൂട്ടത്തില് സഹാബികളൊക്കെ ഉണ്ട്. എല്ലാരും മരിച്ചു പിരിഞ്ഞു. അബൂ ഹുറൈറ റജ്ജാലും മാത്രമായി. അബൂ ഹുറൈറ റജ്ജാൽ, വല്ലാത്ത പേടി അബൂ ഹുറൈറക്ക്. നബി പറഞ്ഞ സത്യ, ഒരു കാഫറായിട്ട് ഈ കൂട്ടത്തിൽ ഒരാൾ മരിക്കും. ആളെ പല്ല് ഉഹുദ് മലയോളം ഉണ്ടാവും. അബൂ ഹുറൈറ വിചാരിക്കാൻ, ഞാനായിരിക്കുവോ? എന്റെ നാളെ എനിക്കറിയില്ലല്ലോ, അത് ഞാനായിരിക്കുവോ? അങ്ങനെ ഇരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം, മുസൈലിമത്തുൽ കദ്ദാബ് അദ്ദേഹമായുള്ള പോരാട്ടത്തിന് എന്നെ നേതാവാക്കണമെന്ന് റജ്ജാൽ ആവശ്യപ്പെട്ടു. റജ്ജാലിന് ഖുർആൻ അറിയാം, റജ്ജാല് പ്രഭാഷകനാണ്, റജ്ജാലിന് ആളുകളോട് തർക്കിക്കാൻ അറിയാം, കഴിവുള്ളവനാണ്, നബി വിശ്വസിച്ചാളാണ്, സ്വഹാബത്ത് വിശ്വസിച്ചാളാണ്. അങ്ങനെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ നാട്ടിലേക്കെത്തി. അവിടെ ആളും അർത്ഥവും കണ്ടു, അധികാരം കണ്ടു, ജനപിന്തുണ കണ്ടു. തനിക്കൊരു സ്റ്റേജ് വേണം തോന്നി, തനിക്ക് പേജ് വേണം തോന്നി, തനിക്ക് ചിലതൊക്കെ പറയണം തോന്നി. അവിടെ എത്തിയപ്പോ കൂറുമാറി. അതുവരെ അവർക്കെതിരെ നിന്ന റജ്ജാൽ അവിടെ പോയി കൂറുമാറി മുനാഫിക്കായി. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ബ്രദർ അദ്ദേഹത്തിന്റെ തല അരിഞ്ഞെടുത്തു. ചരിത്ര നബീന്റെ കൂടെ ഉണ്ടായിട്ട് പോലും ഹിദായത്ത് തെറ്റിപ്പോയി. ഗൗരവമായി ഓർക്കണം. നാളെ രാവിലെ എന്താവും നമുക്കറിയില്ല. പ്രഭാതത്തിൽ കാഫിറായവൻ പ്രദോഷത്തിൽ മുഗ്മിനാകും, പ്രദോഷത്തിൽ മുഗ്മിനായവൻ പ്രഭാതത്തിൽ കാഫിറാകും.
അതുകൊണ്ട് സഹാബത്ത് എന്ന വിഷയത്തിൽ അവരേറ്റവും കൂടുതൽ പേടിച്ചത് നോക്കൂ, ഹൻദല മുനാഫിക്കായിട്ടുണ്ട് എന്നു ഹൻദല. അതെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിക്കാറുണ്ടായിരുന്നു ഹുദൈഫത്തുൽ യമാനിയോട്, ഹുദൈഫ, ഞാൻ മുനാഫിക്കാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് പേടിയായിരുന്നു, നിഫാഖ് അവർക്ക് പേടിയായിരുന്നു, അവർ സൂക്ഷിച്ചിരുന്നു. ഇത് നിഫാഖുള്ളവനാണ് സ്ഥാനം. ഇന്ന് ചില സംഘടനകളിൽ ആളെടുക്കുന്ന എങ്ങനെ അറിയോ? ഈ സത്യം പറയോ? ഇല്ല. പച്ച നുണ പറയാൻ ധൈര്യത്തിൽ പറയോ? ഖത്തീബാണെങ്കിൽ പറയോ? തൊപ്പിച്ചാലും പറയോ? താടി വെച്ചാലും പറയോ? ഓ, ഞാൻ നുണ പറഞ്ഞോളാം, നവാ എനിക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനമുണ്ട്. ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ചോദിക്കാൻ ആദ്യം തന്നെ നുണ പറയാൻ തയ്യാറുണ്ടോ? കള്ളം പറയാൻ തയ്യാറുണ്ടോ? മോഹിദികളുടെ നേരെ ശിർക്കാരോപിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ട് എങ്കിൽ വന്നോ. കൃത്യമായിട്ട് നിസ്കരിച്ചും നോമ്പ് വെച്ചും നല്ല ദീനനുസരിച്ചും സത്യം മാത്രം പറഞ്ഞ് ജീവിക്കോ? അങ്ങനെ ജീവിക്കും, എന്നാ പൊയ്ക്കോ. അതിന് പറ്റിയ വേറെ പ്രസ്ഥാനം കേട്ടോ. ഈ അവസ്ഥയിലേക്ക് ലോകമെത്തി എന്ന് ഞാൻ വെറുതെ പറയല്ല, ഹക്കായി റബ്ബിനെ സാക്ഷി നിർത്തിങ്ങളോട് ഞാൻ പറയാണ്. അവിടെയാണ് ഇന്ന് നമ്മളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത്. പേടിക്കണം, നാളെ മരിക്കുമോ ഇന്ന് മരിക്കുമോ എന്ന് നിങ്ങൾക്കും എനിക്കും അറിയില്ല. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം. കുപ്പിച്ചില്ലും മുൾക്കിരീടവുമുള്ള ഒരു ഇരുണ്ട വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എത്ര സൂക്ഷിക്കുമോ അത്രയും അപകടകരമായ പ്രതിസന്ധിയാണ് മുസ്ലിം സമുദായം ഇന്ന് ദാർശനികമായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഅ്തസിലികൾ കൈയടക്കുന്നു, ഖവാരിജികൾ അരങ്ങ് തകർക്കുന്നു, ഷിയാക്കൾ നമ്മുടെ നാട് വിഴുങ്ങുന്നു, നമ്മുടെ അഖീദയെ ഷിയാക്കൾ കുടിപ്പിച്ചു കിടക്കുന്നു. അതിനിടയിൽ ഒരു ന്യൂനപക്ഷം സത്യത്തിന്റെ കൂടെ എന്നും ഉണ്ടാവും. പൂർവികരായ സലഫുകളെ, സഹാബത്തിനെ, താബികളെ, തബൂതാബികളെ പിൻപറ്റുന്നതിലാണ് സകലമാന ഖൈറും. പിൽക്കാലക്കാരുടെ ജൽപ്പനങ്ങളുടെ പിന്നാലെ പോകുന്നതിലാണ് സകലമാന ഷർറും എന്ന് ലോകം പറയപ്പെട്ടു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ ദുൽഹിജ്ജ 9 സഹാബികളുടെ മുമ്പിൽ പൂർത്തീകരിക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അതെന്താണോ അത് ലോകാവസാനം വരെ ദീനാണ്. അന്നെന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീൻ സച്ചരിതരായ സഹാബത്തിന്റെ മാർഗം അവലംബിക്കുന്നതിലാണ് എന്ന് പറഞ്ഞു. എന്റെ ഉമ്മത്ത് ജൂത ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി. എന്റെ ജനപദം, എന്റെ സമുദായം 73 വിഭാഗങ്ങളായി അവർ വേർതിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. അതിൽ 72 കക്ഷികളും നരകത്തിന്റെ അകുലുകാരാണ്, ഒരു വിഭാഗമൊഴികെ. ആകാംക്ഷയോടെ സ്വഹാബത്ത് സച്ചരിതർ ചോദിക്കണം, നബിയെ, ആ ഒരു വിഭാഗം ആരാ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഞാനും എന്റെ സഹാബികളും ഏതുപോലെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കുന്നവർ. സച്ചരിതരായ സ്വഹാബത്ത് ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ നൂറ്റാണ്ട്, ഉത്തമമായ തലമുറ, എന്റെ തലമുറ, അതിനടുത്ത തലമുറ, അതിനടുത്ത തലമുറ. അവരുടെ മാർഗം ആരവലംബിക്കുന്നുവോ അതാണ് സുന്നത്ത് ജമാഅത്ത്. ഉന്നിയത്തു താലിബീൻ എന്ന ഗ്രന്ഥം മഹാനായ ജീലാനി, അബ്ദുൽ ഖാദർ ജീലാനി പറയാൻ എന്താ പറയുന്നത്? ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്ന വൽ ജമാഅ, അസ്സുന്നത്തു മാ സല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മത്തഫഖ അലൈഹി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് സുന്നത്ത്? അത് നബിയുടെ ചര്യയാണ്. വഫീലിഹി വഖൗലിഹി വതക്രീരിഹി. ആ മാർഗമാണ് നബി പറഞ്ഞത്, നബി പ്രവർത്തിച്ചത്, നബി മൗനാനുവാദം കൊണ്ട് ശരിപ്പെടുത്തിയത്, ആ വഴി. പിന്നെ എന്താണ് സുന്നത്ത് അൽ ജമാഅ? മത്തഫഖ അലൈഹി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സ്വഹാബത്ത്. കാരണം എന്താണ്? അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു അവരെ അംഗീകരിച്ചിട്ടുണ്ട്, അവരുടെ വിശ്വാസം എന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ ഉൾക്കൊണ്ട പോലെ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ അമൽ ചെയ്ത പോലെ അമൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ സംസ്കാരം പോലെ സംസ്കാരം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ ഭാര്യമാരോട് എങ്ങനെ പെരുമാറിയോ അങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹാബത്തിനെ കുറിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വസാബിഖൂന ലബ്ബലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹും.
സൂറത്ത് തൗബ 100-ാമത്തെ വചനം. എത്ര വ്യക്തമാണല്ലേ? മുഹാജിറുകളെയും അൻസാറുകളെയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാന്റെ തൃപ്തി. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹസ്ം പറയുന്നുണ്ട്, അവരുടെ ഭാവി അറിയാത്ത ഒരു റബ്ബ് അങ്ങനെ പറയില്ല. ഭാവിയിൽ തെമ്മാടിത്തം ചെയ്യുന്നവരായിരുന്നു സഹാബത്തെങ്കിൽ ആ സഹാബത്തിന് ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് അള്ളാഹ് പറയില്ല. ഭാവി അറിയുന്ന റബ്ബ പറയുന്ന തൃപ്തിപ്പെട്ടു. അങ്ങനെയുള്ള സഹാബത്തിൽ അബൂബക്കർ സിദ്ദീഖ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ജീവിതത്തിലുടനീളം നബിയെ സഹായിച്ച മഹാനുഭാവൻ, ഗൗർ ഗുഹയിൽ നബിയോടൊപ്പം ഇരുന്ന മഹാൻ, ഗൗർ ഗുഹയിൽ നബിക്ക് വേണ്ടി വേദനിച്ച മഹാൻ, അവർ നമ്മളെ കാണില്ലേ നബിയെ എന്ന് ചോദിച്ച് വിലപിച്ച മഹാൻ, റസൂല് ധൈര്യം കൊടുത്ത മഹാൻ, സാഹിബ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മഹാൻ. സൂറത്ത് റഅദിലെ 22 മുതലുള്ള വചനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലെയുള്ളവരെ കുറിച്ചാണ് തഫ്സീറിൽ പറയുന്നത്. യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്, സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ വെച്ച് സലഹ മിൻ ആബാഇഹിം വഅദ്വാദിഹിം വദുർരിയാതിഹിം യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്. ആ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിൽ ഇരുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ നയിച്ചുകൊണ്ടേയിരിക്കും. മെലിഞ്ഞ അരക്കെട്ടും തുണി ഉടുത്താൽ നരയാനയുടെ താഴെ ഇടച്ചിറങ്ങിപ്പോയിരുന്ന അബൂബക്കർ സിദ്ദീഖ് നബിയുടെ വിയോഗത്തോടനുബന്ധിച്ച് നബി ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ്, എന്റെ വാപ്പ ഇമാമത്ത് നിന്നാൽ കരഞ്ഞു പോകും നബിയെ, ഖുർആൻ ഓതുമ്പോൾ അദ്ദേഹം കരഞ്ഞു പോകും നബിയെ. അത്രമേൽ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത എന്റെ ഹൃദയത്തിന്റെ വസന്തമാണ് ഖുർആൻ എന്ന് പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖ് സ്വത്ത് മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവച്ച്, അബൂബക്കറെ എന്ത് ബാക്കിയാക്കി എന്ന് ചോദിച്ചപ്പോ, അള്ളാഹനെ റസൂലിനെ അല്ലാതെ എന്റെ വീട്ടിലൊന്നുമില്ല, സകലതും ഞാൻ അള്ളാന്റെ മാർഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ് വഅൻഫിഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ. അതെ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽളറാഇ വൽഖാലിബീന വൽഗൈബ് വൽആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആ കച്ചവടം ചെയ്ത അബൂബക്കർ സിദ്ദീഖ്, അങ്ങനെ സ്വർഗം നേടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയുടെ വഫാത്ത്, നബിയുടെ നെറ്റിയിൽ ചുംബിച്ച ഏക സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് വന്നു. ഛേദനയേറ്റ് കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരം കണ്ടു. മുഖത്ത് നിന്ന് തുണി മാറ്റി, താൻ സ്നേഹിച്ച, തനിക്ക് ഈ വെളിച്ചത്തിന് കാരണക്കാരനായ, ഹിദായത്തിന് കാരണക്കാരനായ, ലക്ഷ്യമില്ലാത്ത എനിക്ക് ലക്ഷ്യം പഠിപ്പിച്ചു തന്ന, വിശുദ്ധ ഖുർആൻ കൊണ്ട് എന്റെ ഹൃദയത്തെ ധന്യമാക്കിയ, എനിക്ക് മാതൃക കാണിച്ച എന്റെ മുത്ത് നബി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ നബി? മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, സ്വത്തിനേക്കാൾ, മക്കളേക്കാൾ, ഭാര്യമാരേക്കാൾ, കണ്ണിനാനന്ദം നൽകുന്ന ഭവനത്തേക്കാൾ, നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന കച്ചവടത്തേക്കാൾ, സ്വത്തിനേക്കാൾ أحب إليكم من الله ورسوله وجهاد فتربصوا حتى يأتي الله بأمره. سورة التوبة. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ആളാണ് ഈ കിടക്കുന്നത്. والنبي أولى بالمؤمنين. നിങ്ങളുടെ നബി, നിങ്ങൾക്ക് നിങ്ങളെക്കാൾ അടുത്ത നബി അല്ലേ? ഈ ലോകത്ത് പാപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ, മറ്റെന്തിനേക്കാളും ഈ റസൂൽ അല്ല കഴിഞ്ഞാൽ പ്രിയങ്കരമാകണം. അങ്ങനെ പ്രിയം വെച്ച അബൂബക്കർ സിദ്ദീഖ് ആ നെറ്റിയിൽ ചുംബിച്ചു. അതാ മറുഭാഗത്ത് നബിയെ കൊല്ലാൻ ഒരു കാലത്ത് വന്ന് പിന്നീട് നബിക്ക് വേണ്ടി കൊല്ലാൻ സന്നദ്ധനായ ഉമർ ഇബ്നു ഖത്താബ് ഭ്രാന്തനെ പോലെ അലയുകയാണ്. നബി മരിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് നിന്നു. സിറ്റ് ഡൗൺ ഉമർ, ഇജ്ലിസ് യാ ഉമർ, സിറ്റ് ഡൗൺ യാ ഉമർ. അബൂബക്കർ സിദ്ദീഖിന്റെ ഗർദനം കേട്ട് ഉമർ ഇരുന്നു. 2 ഖുർആനിക വചനോദി, 2 ഖുർആനിക വചനം. സൂറത്ത് ആൽ ഇംറാൻ 144, സൂറത്ത് റൂം 2 വചനം ഓതി കൊടുത്തു.
നബി മരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, നബി മരിച്ചിട്ടും സഹിക്കാൻ പറ്റാത്ത കരച്ചിലുണ്ടെങ്കിൽ, നബി മരിച്ചിട്ടില്ലെന്ന് വാദമുണ്ടെങ്കിൽ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ കതുമാത്ത, അദ്ദേഹം മരിച്ചിരിക്കുന്നു. അല്ല സർവാധിനാഥനായ ഹയ്യുൽ ഖയ്യൂമായ രാജാതിരാജനായ കറുത്ത കരിമ്പാറക്കടിയിലൂടെ അടിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കരടിപ്പാടുകൾ പോലെ പറയുന്ന ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുടെ ചിറകുകൾക്ക് പൊള്ളയായ സൗഭാഗ്യം നൽകിയ ഐടകാതലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുടെ ചെകളകളിൽ ശ്വാസോച്ഛ്വാസത്തിന്റെ വ്യവസ്ഥ വെച്ച കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹത്തിന്റെ ഗർജനം, അതുപോലെ ആ കാട്ടിൽ തന്നെ സിംഹം പിടിക്കുന്ന ആനകൾ, ഇതൊക്കെ സൃഷ്ടിച്ച രാജാതിരാജനായ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുല്ലാ യമൂത്ത്, ഹയ്യുല്ലാ യമൂത്ത്, ഹയ്യുല്ലാ യമൂത്ത്, അല്ലാഹു മരണമില്ല. തിരുത്തൽ ശക്തിയായി അബൂബക്കർ സിദ്ദീഖ്. ശരിക്ക് അബൂബക്കർ സിദ്ദീഖ് ഒരു സമസ്തക്കാരനാണെങ്കിൽ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്, മരിച്ചിട്ടി. എനിക്ക് കുറുന്തോട്ടി പോലെ കഴിവ് കൂടും. ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള കഴിവൊന്നുമല്ല. ജീവിച്ചിരുന്ന കാലത്ത് വിമാനമൊന്നും പിടിച്ചെത്തിയിട്ടില്ല. വിമാനത്തിന്റെ മുക്ക് പിടിച്ചിട്ട് അടുത്ത എയർപോർട്ട് കൊണ്ട് ഇറക്കിയിട്ട് അതിലൊരു ശേഖരം ഇറക്കി വിട്ടു. അബൂബക്കർ സിദ്ദീഖ് ശരിക്കും പറയേണ്ടത് എന്താ? നബി മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഖബറിനെപ്പോഴും വരും, നമ്മുടെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കും. അപ്പൊ പിന്നെ ശൂറ കൂടാൻ അധ്യക്ഷൻ ആരാകണോ? നബി ആവണം. പിന്നെ ഓല ഇത്രയും പറയാൻ പാടില്ലല്ലോ. അമീറുൽ മുഅ്മിനീൻ നല്ലല്ലോ, പിന്നെ സഹാബത്ത് വിളിക്കണ്ടേ? അപ്പോൾ വിളിക്കേണ്ട റസൂലിനെയാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കാനാണ്, ചെറുത് മതി. ചിലർക്ക് ക്ലിക്ക് ചെയ്യും പെട്ടെന്ന്, ചിലക്ക് പിന്നെ എന്ത് പറഞ്ഞാൽ ഉണ്ടാവില്ല. അത് അല്ലാഹ് സീൽ വെക്കപ്പെട്ടവർ, അവരെവിടെയാണെങ്കിലും ഏത് സദസ്സിലാണ്. ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ചെറുതായി പറഞ്ഞു. 2 കൊല്ലവും 3 മാസവും 10 ദിവസവുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയുടെ ശേഷം ജീവിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോഡിയുടെ ആ തിരുശരീരത്തിന്റെ തൊട്ടടുത്ത് വിശ്രമിക്കാൻ അബൂബക്കർ സിദ്ദീഖിന് സൗഭാഗ്യമുണ്ടായി. റളിയല്ലാഹു അൻഹു വറളു അൻഹു. അല്ലാഹുവേ, ആ സച്ചരിത പാതയിൽ നീ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, ഒരു ദരിദ്രനായ മനുഷ്യൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിക്കാൻ സൗഭാഗ്യം കിട്ടിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, ധീരനിൽ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ്, കായബലമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ്, സിംഹത്തിന്റെ ഗർജനത്തിന് പോലും തോൽപ്പിക്കാനാകാത്ത ഉമർ ഇബ്നുൽ ഖത്താബ്, ഘനീഭവിച്ചു വരുന്ന യുദ്ധങ്ങൾക്ക് തോൽപ്പിക്കാനാകാത്ത ശൗര്യമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ്, പരസ്യമായി മക്കയിലെ മുശ്രിക്കുകളോട് ഞാൻ പാലായനം ചെയ്യുന്നു, ആൺകുട്ടികളുണ്ടെങ്കിൽ എന്നെ തടുക്കൂ എന്ന് പറഞ്ഞ ധീരതയുടെ മൗഢോദാഹരണമായ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരു സാധു മനുഷ്യൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുപ്പായല്ല, എനിക്ക് നിങ്ങൾ കുപ്പായം തരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചു. തന്നില്ലെങ്കിലോ? എനിക്ക് തരാൻ മനസ്സില്ലെങ്കിലോ? അപ്പൊ അദ്ദേഹം പറയാണ്, നിർവാഹമൊന്നുമില്ല, അങ്ങ് ധീരനാണ്, രാഷ്ട്രഭരണാധികാരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് ഉമറേ, നാളെ മത്സരയിൽ വരൂലേ? ആ മത്സരയിൽ വരുമ്പോ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ആനയിക്കപ്പെടുന്ന സ്ഥലത്ത് ഞാൻ എന്റെ റബ്ബിനോട് പറയും, ഞങ്ങളുടെ ഭരണാധികാരി ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എന്ന്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. ആ കാര്യം ഓർമ്മപ്പെടുത്തിയപ്പോ കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുനീരി ചാടിക്കൊഴുകി ജുബ്ബക്കുപ്പായത്തിന്റെ ബട്ടണയിട്ട് അയാളിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, കവിതയുടെ മനോഹാരിത കൊണ്ടല്ല, എന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ വചനം നാളെ മത്സരയിൽ ഒറ്റക്ക് നിൽക്കേണ്ടി വരുമെന്ന് ഓർത്തിട്ടാണ്. അതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. കാടലക്കി നാടലക്കി ഒരുപാട് ആ അധികാരത്തിന്റെ ദണ്ട് കാണിച്ച് കായബലത്തിന്റെ ഉശിരി കാണിച്ച് ജീവിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരു ടെന്റിന്റെ സമീപത്തൂടെ പോവുകയാണ്. ഒരു കുട്ടിയുടെ കരച്ചിൽ, നീണ്ടു നിൽക്കുന്ന കുട്ടിയുടെ കരച്ചിൽ ഉമ്മയുടെ അടുത്ത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, കുട്ടിക്ക് മുലവെടുക്കൂ, ആ കുഞ്ഞ് കരയുന്നു. അതും പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ടെന്റിലേക്ക് പോയി. അർദ്ധരാത്രിയായി. നേരത്തെ കരഞ്ഞ കുഞ്ഞിന്റെ കരച്ചിൽ അതേ ശക്തിയിലും വലുപ്പത്തിലും പിന്നെയും ഉയരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കേട്ടു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം വീണ്ടും അവിടെ ചെന്ന്
നിങ്ങൾ എന്താണ് ഈ കുട്ടിയോട് കാണിക്കുന്നത്? ഈ കുഞ്ഞിന് എന്താണ് മുലയൂട്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ ആ സഹോദരി ആളെ മനസ്സിലായിട്ടില്ല അവർക്ക്. ഞങ്ങളുടെ ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ ഇല്ല, റേഷനരിയില്ല. ആ കുട്ടിയുടെ പേര് റേഷൻ കാർഡ് വേണ്ട. അപ്പോ എന്റെ കുട്ടിക്കൂടെ റേഷൻ കിട്ടിയാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് പിന്നെ മുലപ്പാലിന് ആ കുട്ടി ചോദിക്കൂലല്ലോ, അപ്പൊ ഞങ്ങൾക്ക് റേഷൻ കിട്ടിയല്ലോ, അതുകൊണ്ടാ കൊടുക്കാത്തത്. ഇത് കേട്ട് കുഞ്ഞിനെ പോലെ വിരുമ്പിക്കരഞ്ഞ് ടെന്റിൽ വന്നു. നേരം പുലരുന്നവരെ തന്റെ തീരുമാനം കൊണ്ട് മാതാവിനുണ്ടാകുന്ന വേദന അറിഞ്ഞ ഉമർ ബിൻ ഖത്താബ് സുബൈക്ക് പള്ളിയിൽ വരുന്നത് ഗദ്ഗത കണ്ടനായിട്ടാണ്. കണ്ണുനീരടർന്നടന്ന് വീഴുന്നു. സുബൈക്ക് ഇമാമത്ത് നിൽക്കുന്നു. കരഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഇമാമത്ത് നിൽക്കുന്നു. സലാം വീട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ചില കാര്യം പറയാനുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ ഒരു തീരുമാനം കൊണ്ട് ഒരു കുഞ്ഞ് കരയുന്നു, അതൊരു തീരുമാനം കൊണ്ടാണ്. ഞാൻ ആ തീരുമാനം മാറ്റിയിരിക്കുന്നു. പ്രസവിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞിനും മുലപ്പാലുണ്ട് എന്ന് പറയുക എന്ന് പറഞ്ഞ് തിരുത്തി റബ്ബിനെ പേടിച്ച മഹാനായ ഉമർ ബിൻ ഖത്താബ് ഒരു വീട്ടിലേക്ക് കയറിപ്പോകുന്നു. ഇശാ കഴിഞ്ഞൊരു വീട്ടിലേക്ക് ഇരുട്ടിന്റെ മറവിലാണ് പോകുന്നത്. അവിടെ ചെല്ലുന്നു, ഏതാനും സമയം അവിടെ ചെലവഴിക്കുന്നു, തിരിച്ചു പോരുന്നു. ഒരു സഹാബി, സംശയം കുടുങ്ങിയ ഒരു സഹാബി, ഇശാക്ക് ശേഷം എന്തിനാണ് അമീർ മുഅ്മിനീൻ ആ വീട്ടിൽ പോകുന്നത്? പാത്തും പതുങ്ങിയും അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തിരിച്ചു പോന്നപ്പോ ആ കൊച്ചുകുടിലെത്തുകയാണ്. ആ കൊച്ചുകുടിലെത്തുമ്പോൾ വയോവൃദ്ധയായ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അവർ കാഷ്ടിക്കാറുണ്ട്, മൂത്രിക്കാറുണ്ട്, അവർ നോക്കാൻ ആരുമില്ല. അവിടെ ചെല്ലുന്നു, ആ സ്ത്രീയെ താങ്ങിയെടുക്കുന്നു, കുളിപ്പിക്കുന്നു, ഡ്രസ് മാറ്റുന്നു, അന്നേക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ലോകമറിയാതെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു മടങ്ങിപ്പോരുന്നു. കണ്ണീർ വാർത്താ സഹാബി മടങ്ങിപ്പോവുകയാണ്. ഇരുട്ടിലും വെളിവിലും രാവിലും പകലിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ഉമർ ബിൻ ഖത്താബ് അവസാനം മിഹ്റാബിൽ വെച്ച് കുത്തേറ്റ് മരിക്കുമ്പോൾ അല്ലാഹുവിനോട് കണ്ണുനീർ വാർത്തുകൊണ്ട് അതൊരു മുസ്ലിമാകല്ലേ എന്ന് പ്രാർത്ഥിച്ച ഉമർ ബിൻ ഖത്താബ് മോനെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നീതി നടപ്പാക്കിയ ഉമർ ബിൻ ഖത്താബ് ക്രിസ്ത്യാനിയായ പെണ്ണിന്റെ വീട് പൊളിച്ച് പള്ളിയുണ്ടാക്കിയ ഗവർണർക്ക് കത്തയച്ച് തിരിച്ചു പള്ളി പൊളിച്ച് അവിടെ വീടുണ്ടാക്കി കൊടുത്ത നീതിയുടെ കാവലാളായ ഉമർ ബിൻ ഖത്താബ് അതെ എന്ന് സൂറത്ത് നിസായിലെ 135-ാമത്തെ വചനം നടപ്പാക്കി ഉമർ ഇബ്നു ഖത്താബ് എന്ന ആയത്ത് നടപ്പാക്കി ഉമർ ഇബ്നു ഖത്താബ്. ഈ സച്ചരിത പാത അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ നികലമേഖലകളിലുമുള്ള നമ്മുടെ പാത. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ കല്യാണം കഴിച്ച അബുൽ മസാക്കീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ മദീനയിലെ 300 ചില്ലാനം വരുന്ന അഖിലുസുഫത്തിന് എല്ലാ ഉച്ചക്കും അന്നത്തെ ഏറ്റവും ഉന്നതമായ ഭക്ഷണം കൊടുത്ത് ഒലീവെണ്ണയിൽ ഉണങ്ങിയ റൊട്ടി കുത്തിത്തിന്ന് പല്ലിൽ നിന്ന് ചോര വരുമ്പോഴും സന്തോഷിച്ച അബുൽ മസാക്കീൻ എന്ന അപരനാമത്തിൽ വിളിക്കപ്പെട്ട മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഇന്നും മദീനയിൽ പോയ ആളുകൾ പള്ളി നിരീക്ഷിച്ചല്ലോ. മദീനത്തെ പള്ളി ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ടാക്കിയ പള്ളി ഫ്രണ്ട് മിഹ്റാബിൽ നിന്ന് ഇങ്ങോട്ട് നടന്നാൽ അതൊരു സ്ഥലത്ത് അവസാനിക്കുന്നുണ്ട്. അതിന്റെ മേലെയാണ് പിന്നീടുള്ള നിർമ്മിതി. അത് പ്രത്യേകമായി വേർപെടുത്തിയിരിക്കുകയാണ്. ഇന്നും ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ പണ്ടെടുത്ത് പള്ളി വികസിപ്പിച്ചത് ഇന്നും അതിനോട് കൂട്ടി യോജിപ്പിച്ച് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടില്ല. മദീനത്തെ പള്ളി പോയാൽ കാണാം. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ലജ്ജയുണ്ടായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, നബിയുടെ മുണ്ട് കാൽത്തുടയുടെ മേലെ കയറി നിൽക്കുന്ന ചില രംഗുണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് വന്നാൽ അത് അങ്ങനെ തന്നെ നോക്കൂ. ഉമർ ബിൻ ഖത്താബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നോക്കൂ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ അനുവാദം ചോദിച്ചാൽ അവിടെ നിൽക്കേ ഉസ്മാനെ എന്ന് പറയും. എന്നിട്ട് നബിയുടെ 2 മക്കളുടെ ഭർത്താവാ, ഭയങ്കര ലജ്ജയായിരുന്നു. അപ്പൊ നബിയുടെ തുണി തുടയുടെ മേലെ കാൽമുട്ടിൽ കയറിക്കുന്നു സഹിക്കാൻ പറ്റൂല ഉസ്മാൻ ബിൻ അഫ്ഫാന്. അതുകൊണ്ട് തുണിയൊക്കെ നന്നാക്കി വളരെ മുഞ്ചനായിട്ടുള്ള തുണി ഇരുന്നൊരു മനുഷ്യൻ കൂടിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ചിന്തിച്ചു നോക്കികള്, താൻ ഉണ്ടാക്കിയ പള്ളിയിൽ
ശത്രുക്കൾ പിടിച്ചെടുത്ത് കച്ചറുണ്ടാക്കിയപ്പോ ഞങ്ങൾക്ക് ഇമാമത്തിക്കെന്ന് പറഞ്ഞപ്പോ കലാപത്തിന് എനിക്ക് ഇഷ്ടമല്ല, നിങ്ങളുടെ ഇമാമത്തുന്നോളി. ആരിമാമത്തുന്നാലെന്താ, ഇഖ്ലാസ് ഉണ്ടായാ പോരെ എന്ന് ചോദിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കവേ വെട്ടേറ്റ് മരിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഷഹീദിന്റെ കൂലി നേടിയ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. കഷ്ടപ്പാടുകളും ത്യാഗങ്ങളുമുള്ള കാലഘട്ടത്തിൽ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ. എത്രയെത്ര കഥകൾ, ഒരുപാട് സ്വഹാബിമാരെ കുറിച്ച് പറയണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ വളരെ വേഗത്തിൽ നിർത്തും ചെയ്യും. പക്ഷെ വളരെ പ്രധാനമായ കാര്യം, അലി ഇബ്നു അബീ ത്വാലിബ്, നബിയുടെ മോളെ ഫാത്തിമയെ എനിക്ക് കല്യാണം കഴിച്ചിരുമെന്ന് അങ്ങോട്ട് ചോദിക്കായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ്. ആരായി അലി ഇബ്നു അബീ ത്വാലിബ്? നബി ഹിജ്റ പോകുമ്പോൾ നബീന്റെ കിടക്കേ കിടന്നാളാ, ധീരനാ അല്ലേ? അലിയാര് തങ്ങൾ ധീരനാണ്, അലിയാണ്. അയിന അലി എന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ. അലി റളിയല്ലാഹുവിന്റെ കണ്ണിന് അസുഖാണ്, വരാൻ പറയാൻ പറഞ്ഞു. നബിയുടെ ഉമിനീര് തൊട്ടുവെച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ, നബിയുടെ ഉമിനീർ, മുഅ്ജിസത്തിന്റെ ഉമിനീർ. ഉസ്മാൻ ബിൻ അലി ബിൻ അബീ ത്വാലിബിന്റെ കണ്ണിന്റെ അസുഖം മാറി. ഇസ്ലാമിന്റെ കൊടി അലി ബിൻ അബീ ത്വാലിബിന്റെ കൈ കൊടുക്കുന്നുണ്ട്. അലി ഖൈബർ കോട്ടയിൽ ചെല്ലണം, അലി അവർക്ക് നമ്മൾ ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ എങ്കിലും അവരോട് തൗഹീദ് വീണ്ടും പറയണം. അലി, നീ കാരണമായ ഒരാൾ ഇസ്ലാമായാൽ ഈ ലോകം മുഴുവനും ലഭിക്കുന്നതിന്, മഞ്ഞോട്ടകൻ ലഭിക്കുന്നതിന് തുല്യമാണ് അലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് നബിയുടെ അടുത്ത് വന്നു. മോളെ കെട്ടിച്ചിരുമെന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യം നബി ചോദിച്ചിട്ടുള്ളൂ, ആട്ടെ നീ എന്റെ മോൾക്ക് എന്താ മഹർ കൊടുക്കുക? പഹയ ഞാൻ നിനക്ക് എത്ര ശ്രീധൻ തരേണ്ടതെന്നല്ല, ആട്ടെ നീ എന്റെ മകൾക്ക് എന്താ മഹർ കൊടുക്കുക? അദ്ദേഹം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ പോറ്റിയാളല്ലേ, എന്തൊക്കെ എന്താ നിങ്ങൾക്ക് അറിയുന്ന പോലെ വേറെ ആർക്കെങ്കിലും അറിയോ? ഒരു പടച്ചട്ടുണ്ട്, ഒരു കുതിരണ്ട്, ഒരു വാളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി അതൊന്നും പറഞ്ഞാൽ പോലെ മഹർ കൊടുക്കണം. പടച്ചട്ട വിറ്റു, 400 ദിർഹം മഹർ നിശ്ചയിച്ചു. നബിയുടെ പൊന്നോമന പുത്രി ഫാത്തിമയെ അദ്ദേഹം കല്യാണം കഴിച്ചു. ചുരുക്കി പറയാൻ, നോമ്പാണ്. അലി ബിൻ അബീ ത്വാലിബിന്റെ വീട്ടിലേക്ക് ഒരു യാചകന്റെ രൂപത്തിൽ ഒരാൾ വന്നു. മഗ്‌രിബിന്റെ സമയത്ത് നോമ്പ് തുറക്കാനുള്ള ഏതാനും ചാരക്കയും ഭക്ഷണവും മാത്രമാണ് അലിയുടെയും ഫാത്തിമയുടെയും കൂടെ ഉള്ളത്. വന്നാള് വാതിലിന് മുട്ടി, അയാൾക്കത് കൊടുത്തു, വെള്ളം കുടിച്ച് നോമ്പ് തുറന്നു. രണ്ടാമത്തെ ദിവസം വേറൊരാൾ വന്നു, ഫക്കീറിന്റെ രൂപത്തിൽ വന്നു. മൂന്നാമത്തെ അതിഥിയായി വന്നു. അവർക്കെല്ലാം നോമ്പൊറുക്കാനുണ്ടായിരുന്ന ചെറിയ വിഭവം അവർക്ക് കൊടുത്തു. 3 ദിവസം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, അലിയെയും ഫാത്തിമയെയും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയൂ നബിയേ. ആ വന്നത് മലക്കായിരുന്നു, അവരെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ആ പരീക്ഷണത്തിൽ അവർ ജയിച്ചു എന്ന് പറയൂ. അലി ബിൻ അബീ ത്വാലിബിനും ഫാത്തിമത്തുൻ നബി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 34 വട്ടം ഉറങ്ങുമെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. സുഫീൻ യുദ്ധത്തിൽ പോലും അലി ബിൻ അബീ ത്വാലിബ് ആ ദിക്ർ മറന്നില്ല. ഫാത്തിമ, നീയാണ് മരിക്കുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് ഞാനായിരിക്കും കുളിപ്പിക്കുക. ഫാത്തിമ, ഞാനാണ് മരിക്കുന്നതെങ്കിൽ നീ എന്റെ മയ്യത്ത് കുളിപ്പിക്കണേ എന്ന് പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് നബി അങ്ങേയറ്റം സ്നേഹിക്കുകയും നബിയുടെ കൂടെ നിൽക്കുകയും നബിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുകയും നബിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും നബിക്ക് വേണ്ടി ശത്രുക്കളെ തടുത്തു നിർത്തുകയും തന്റെ കായബലം ഇസ്ലാമിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത ആ ജിഹാദി അലി ഇബ്നു അബീ ത്വാലിബ് ശത്രുക്കളെ വെട്ടേറ്റ് വേദനയേറ്റ് ഭൂമുഖത്തേക്ക് വീണു. റളിയല്ലാഹു അൻഹും വറദുഅൻ. അല്ലാഹുവേ, ആ ഖുലഫാഉർ റാഷിദീങ്ങളുടെ പാത തുടരാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹുവേ. ആയിഷ ബീവി വനിതാരത്നം, 2010 ഹദീസുകളുടെ ഉടമ, നബി ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ, നബിയുടെ കുടുംബ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ, നബിയുടെ രാത്രി നമസ്കാരങ്ങൾ, നബിയുടെ ജനാബത്തായുള്ള കുടിയുടെ പാഠങ്ങൾ, ലൈംഗിക ബന്ധങ്ങളുടെ പാഠങ്ങൾ, കുടുംബ വിഷയത്തിലെ നോക്കിക്കാണലുകളുടെ രീതി, ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിന്റെ രീതി, നബിയുടെ നീതിബോധം ലോകത്തിന് പകർന്നുകൊടുത്ത 2010 ഹദീസുകൾ ലോകത്തിന് പകർന്നുകൊടുത്ത ഉമ്മഹാത്തുൽ മുഅ്മിനാത്തായ അവരുടെ പരിശുദ്ധത അല്ലാഹു ഖുർആനിലൂടെ തെളിയിച്ച, അവർ അഭിമാനം കൊണ്ട് നിമിഷത്തിന് അർഹയായ, ജീവിതത്തിൽ ഒരു പുരുഷനെ കുറിച്ചും അന്യായമായി ചിന്തിക്കാത്ത, നബിയുടെ വഫാത്തിന് ശേഷമുള്ള 48 കൊല്ലത്തെ വിധവാ ജീവിതത്തിൽ ഒരിക്കൽ പോലും നബിയെ കുറ്റപ്പെടുത്താത്ത, നബി വയസ്സനായിരുന്നു എന്ന് പറയാത്ത,
നബിയുടെ മടിയിൽ, ആയിഷയുടെ മടിയിൽ തലവെച്ച് ലോകത്തോട് വിട പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരും എന്റെ ഉമിനീരും ഒന്നു ചേർന്നുകൊണ്ടാണ് എന്റെ മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞത്. എന്റെ നബി എനിക്ക് കായിക വിനോദം കാണിക്കാൻ എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്റെ കൂടെ ഓട്ടമത്സരത്തിൽ ജയിക്കാറുണ്ടായിരുന്നു. എന്റെ കൂടെ ഓടി നബി തോറ്റിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ നബി എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ടായിരുന്നു. എന്റെ കാലുകൾ നബി തൊടാറുണ്ടായിരുന്നു. ഓ, എന്തൊക്കെ പാഠങ്ങളാണ്! ലോകത്തിലെ ഗായികമാരെ കുറിച്ച്, ലോകത്തിലെ നടീനടന്മാരെ കുറിച്ച്, സ്ത്രീകളുടെ സൗന്ദര്യം വർദ്ധിക്കുന്ന നമ്മുടെ മുസ്ലിം പെൺകുട്ടികളോട് ആയിഷ ബീവിയെ നിങ്ങൾ മാതൃകയാക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ മോളെ ഈ സദസ്സിലുണ്ട്, ആയിഷ. ഞാൻ ആയിഷ എന്നോട് പറയും, മോളെ ഈ പേരിട്ടപ്പോ വാപ്പാക്കൊരു ലക്ഷ്യം ഉണ്ടായി. നിങ്ങൾ എന്റെ വാപ്പ പറഞ്ഞ വാചകാണ്, മോനെ ഉമ്മാന്റെ പൊക്കിൾക്കൊടി വേദിച്ച് നീ ഭൂമിയിൽ വന്നു എന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ ഒന്നും ആലോചിക്കാൻ ഞാൻ നിനക്ക് മുജാഹിദ് എന്ന് വിളിച്ചാൽ എനിക്കൊരു ലക്ഷ്യമുണ്ട് മോനെ. അതുപോലെ ഞാൻ എന്റെ ആയിഷയോട് പറയും, മോളെ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. എന്റെ മോളിന് ഞാനെന്ന് വരുമ്പോ നബി കുടുംബത്തെ മുഴുവനും ഒരു പാട്ടിലൂടെ അവൾ അവതരിപ്പിച്ചപ്പോ ഞാൻ അവൾക്ക് 1000 രൂപ കേശ അവാർഡ് കൊടുത്തു. എന്റെ മകൾക്ക് ഇന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചു. അവർ വളരണം. ഫാത്തിമമാരും ആയിഷമാരും ഈ സദസ്സിലുണ്ടാകും. നമ്മുടെ മക്കൾ ജീൻസ് ധരിച്ച് ലിപ്സ്റ്റിക് ഇട്ട് കുട്ടിയിട്ട് അന്യ കുട്ടികളുടെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് ടൂറിൽ പോകുന്നതിന് പകരം അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന അബൂ ഹുറൈറയുടെ മകളില്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മകള് വന്നിട്ട് പറഞ്ഞു, ഉപ്പാ എന്റെ കൂട്ടുകാരികൾക്ക് ആഭരണമുണ്ട്, എനിക്ക് ആഭരണമില്ല, എന്തോ ഒരു ദയനീയതയാണ്. അബൂ ഹുറൈറ പറഞ്ഞു, മോളെ നിനക്ക് ആഭരണമുണ്ട്, നീയാണ് ഏറ്റവും കൂടുതൽ ആഭരണമുള്ള പെണ്ണ്. നിനക്ക് മോളെ സ്വർഗത്തിൽ വളയണിയിക്കപ്പെടും, ആഭരണങ്ങൾ അണിയിക്കപ്പെടും. കാരണം രാത്രി തകച്ചു സംസ്കരിക്കുന്ന മോളാണ് എന്റെ മോളെ. നീ ബേജാറാവേണ്ടതില്ല. ഉപ്പ എന്തെങ്കിലും നിങ്ങൾക്ക് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് പരലോകത്തേക്ക് വേണ്ടിയാണ്. ഏത് പരലോകം? ആകാശഭൂമികളുടെ വിശാലതയുള്ള, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു നെഞ്ചകവും ഭാവനം ചെയ്തിട്ടില്ലാത്ത ഒരു സ്വർഗമുണ്ട് മോളെ. അതിനുവേണ്ടിയാണ് ഉപ്പ നിന്നെ സജ്ജമാക്കുന്നതെന്ന് പറഞ്ഞപ്പോ ആ മോൾക്ക് സംതൃപ്തിയായി. സുമയ്യ എന്റെ മോളുടെ പേരാണ്. വലിയൊരു സുമയ്യയുടെ പേര് ഓർത്തിട്ട പേരാണ്. ശത്രുക്കൾ കുന്തമറിഞ്ഞ് പടഞ്ഞു വീണ ആദ്യത്തെ രക്തസാക്ഷി വനിത സുമയ്യ. ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാനെന്റെ മോളോട് അതും പറയാറുണ്ട്, മോളെ ഈ പേരിനെ അന്വർത്ഥമാക്കാൻ സാധിക്കണം. മക്കളിവിടെ സന്തോഷിക്കാൻ കഴിയുക എന്നത് വലിയ സൗഭാഗ്യമാണ്. നമുക്കത് ഉണ്ടാവട്ടെ. അള്ളാഹു നൽകട്ടെ, കൺകുളിർമ നൽകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കരയുമായി എന്നും ഉമ്മാനോട് തൗഹീദ് പറയും. എന്നും റസൂലുള്ളാഹിനെ ചീത്ത പറയും, അസഭ്യം പറയും. കരഞ്ഞ് അബൂ ഹുറൈറ തളർന്നു പോകും. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അബൂ ഹുറൈറ പറഞ്ഞു, നബിയേ കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഞാൻ ഉമ്മാനോട് തൗഹീദ് പറയും, ഉമ്മങ്ങളെ ചീത്ത പറയും, ഞാൻ ഉമ്മയായിട്ട് പിണങ്ങും. നബിയേ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാനൊന്ന് പ്രാർത്ഥിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി അബൂ ഹുറൈറയുടെ മനസ്സിന്റെ വേദന കണ്ട്, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. നബി സന്നിധിയിൽ നിന്ന് അബൂ ഹുറൈറ ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലെത്തുമ്പോൾ വാതിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റിൽ നിന്ന് ഉമ്മ കുടിക്കുകയാണ്. സലാം പറഞ്ഞു. ഉമ്മ വിളിച്ചു പറഞ്ഞു, മോനെ ഉമ്മ കുടിക്കുകയാണ്, വെയിറ്റ് ചെയ്യും, ഇപ്പൊ വരും. ഉമ്മ കുളിച്ചു, നല്ല ഡ്രസ് ഇട്ടു, അബൂ ഹുറൈറയെ കണ്ടു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി. നബിയുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടു. അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ ദുഃഖത്തിന്റെ കണ്ണീരാണെങ്കിൽ വീണ്ടും നബിയിലേക്ക് ഓടുകയാണ് ഈ അബൂ ഹുറൈറ. നബിയേ കരയുകയാണ്. എന്റെ ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലി, നബിയേ അങ്ങയുടെ ദുആ അല്ലാഹു കേട്ടു. നബിയേ ഈ രോമാഞ്ചം നമ്മളിൽ എത്ര പേർക്കുണ്ടായിട്ടുണ്ട്? നമ്മുടെ ചുറ്റുവട്ടത്ത് ആയിരങ്ങൾ ജീവിക്കുമ്പോൾ അവർക്കാര് തൗഹീദ് എത്തിച്ചു കൊടുക്കും? അവർക്കാർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കും? അവരെ ആര് ഹിദായത്തിലേക്ക് നയിക്കും? ആ ബാധ്യത അബൂ ഹുറൈറ നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. QSLS നടത്താറുണ്ട്.
നേർപ്പദം വരി ചേർക്കുന്ന കാലം. അബൂ ഹുറൈറ നബിയുടെ കൂടെ ഇങ്ങനെ നടക്കും. നല്ല വിശപ്പുണ്ടാവും. ഭക്ഷണം കഴിക്കാൻ പോയാലോ ആ ടൈമിൽ നബി എന്തെങ്കിലും പറഞ്ഞാ അത് കേൾക്കാൻ കഴിയൂല. എങ്ങനെ നബിയുടെ കൂടെ പോവുകയാണ്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. നബിയുടെ അടുത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നബി ഒരു ഹദീസ് പറഞ്ഞാലോ കിട്ടാതായി പോകും. അങ്ങനെ നബിയുടെ കൂടെ ജീവിച്ച അബൂ ഹുറൈറ, സ്റ്റെപ്പുകളിൽ ബോധം കെട്ട് വീണുപോയ അബൂ ഹുറൈറ, പട്ടിണി കിടന്ന അബൂ ഹുറൈറ മരിക്കുന്ന സമയത്ത് വിതുമ്പി കരയുകയാണ്. അബൂ ഹുറൈറ എന്തിനാ കരയുന്നത്? അബൂ ഹുറൈറ പറയാണ്, ഖബറിലേക്കുള്ള ദൂരം വളരെ കുറവാണ്, എന്റെ കയ്യിലെ പാതയും കുറവാണ്. ഇസ്ലാമായത് മുതൽ മരിക്കുന്നവരെ 24 മണിക്കൂറും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച അബൂ ഹുറൈറ തൃപ്തനാകുന്നില്ല. നമ്മളോ 5 നേരം നിസ്കരിച്ചാൽ എല്ലാമായി എന്ന് വിശ്വസിക്കുന്ന, ഒരു വിജ്ഞാന ക്ലാസിൽ പങ്കെടുത്താൽ എല്ലാമായി എന്ന് വിശ്വസിക്കുന്ന നാം ഗൗരവമായി ആലോചിക്കൂ, അബൂ ഹുറൈറയും നാമും അവിടെ നിൽക്കുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം കണ്ണില്ല, അന്ധന. നബിയോട് ചോദിച്ചു, ഞാൻ പള്ളിയിൽ വരണോ? പ്രയാസാണ്, ഏഴജന്തുക്കളുണ്ട്, നികൃഷ്ടജീവികളുണ്ട്. അന്ധനല്ലേ, എന്നാ വരണ്ട. ഉടനെ റസൂൽ ചോദിക്കണം, ബാങ്ക് എടുക്കോ? ഓ, എന്നാ വരണം. കണ്ണു കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂമിന് ബാങ്ക് കേൾക്കുമെങ്കിൽ വരൽ നിർബന്ധമാണ്. കാഴ്ചയില്ലാത്തവരുണ്ടോ ഇവിടെ? അംർ ഇബ്നു ജമൂഹിനെ പോലെ വികലാംഗരുണ്ടോ ഇവിടെ? വികലാംഗനായിട്ടും തുള്ളിത്തുള്ളി പള്ളിയിലെത്തുന്ന അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു, അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു മക്തൂമും നമുക്ക് പാഠമാകുന്നില്ലെങ്കിൽ ആരാ നമുക്ക് പാഠമാവുക? ആരെയാ നമ്മൾ പിന്തുടരുക? ആരുടെ മാർഗമാണ് നാം അവലംബിക്കുക? നാം ആലോചിക്കേണ്ടതുണ്ട്, നാം ചിന്തിക്കേണ്ടതുണ്ട്. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കരിക്കുന്നു, സലാം വീട്ടുന്നു, ഉടനെ വീട്ടിലോട്ട് പോകുന്നു. സുബഹി നമസ്കരിക്കുന്നു, സലാം വീട്ടുന്നു, ഉടനെ വീട്ടിലോട്ട് പോകുന്നു. സുബഹി നമസ്കരിക്കുന്നു, സലാം വീട്ടുന്നു, ഉടനെ വീട്ടിലോട്ട് പോകുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ സ്വഹാബികൾ പിടിച്ചു വെച്ചു. നിസ്കാരം കഴിഞ്ഞ് കാട്ടി പ്രസവിച്ച പോലെ ഒറ്റ എഴുന്നേറ്റ് പോക്ക്. എങ്ങോട്ടാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടില് എന്റെ അയൽവാസിക്ക് ഒരു ഈത്തപ്പനുണ്ട്, നിറയെ ഈത്തപ്പഴ, അതെന്റെ മുറ്റത്താ വീഴുക. പക്ഷെ എന്റെ കുട്ടികൾ എണീറ്റ് തിന്നാൻ സാധ്യതയുണ്ട്. ഞാൻ പള്ളിയിൽ ദിക്റും ദുആയും ചെയ്താൽ എന്റെ മക്കൾ ഹറാമ് തിന്നുന്നതാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റുകയില്ല. സൂക്ഷ്മതയാ. കുഞ്ഞിന്റെ ബാഗിൽ ഒരു പുതിയ പെണ്ണ് കണ്ടാൽ കുട്ടിയല്ലേ എന്നാണോ വിചാരിക്കുക? പുതുമുതലിൽ നിന്നൊരു കാരൊക്കെ എടുത്താൽ തുപ്പുമോനെ എന്ന് പഠിപ്പിച്ച് അല്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് മോന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ പിടിക്കുന്ന ഒരു രംഗമുണ്ട്. കുഞ്ഞ് കരഞ്ഞു ക്ഷീണിച്ചിട്ട് ഭാര്യ മറ്റൊരു ആപ്പിൾ വാങ്ങിക്കൊടുത്തു. പിന്നെ അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഈ ആപ്പിൾ കണ്ടപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇത് ആപ്പിളല്ല, പുതുമുതലത്തല്ല. അപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുന്നുണ്ട്, എന്റെ മോന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ പറിച്ചെടുക്കുമ്പോ എന്റെ കരള് പറിക്കുന്ന വേദന ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നമ്മുടെ മക്കൾ ഹറാമ് തിന്നരുത്. സഹാബത്ത് വീട് വിട്ടിറങ്ങുമ്പോ ഭാര്യമാര് പറയാറുണ്ടായിരുന്നു, ഹറാം, ഹറാമ് തിന്നല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപ്പാനോട്, മകനോട്, ഭർത്താവിനോട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവർ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു വസ്തു ഹറാമാണോ ഹലാലാണോ എന്നറിഞ്ഞിട്ട് ചോദിച്ചിട്ട് ഹലാലാണെങ്കിൽ മാത്രം തിന്നുന്നൊരു സ്വഭാവമുള്ള എത്ര സ്ത്രീകൾ ഈ ഇരിക്കുന്ന സദസ്സിലുണ്ടാവും? ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മുടെ നോക്കൂ നിങ്ങള്, മദീനത്ത് വലിയ ബഹളം. 700 ഒട്ടകപ്പുറത്ത് സമ്പത്ത് വന്നിരിക്കുന്നു. ആരുടെ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ. ആയിഷ ബീവി പറയുന്നുണ്ട്, നിങ്ങളെപ്പോഴത്തെ ധനാഢ്യര് സ്വർഗത്തിൽ എഴഞ്ഞിട്ടാ പോവുക. അപ്പൊ അദ്ദേഹം വിളിച്ചു പറയാണ് ആളുകളോട്, ഇത് വിൽക്കുന്നില്ല, ഈ 700 ഒട്ടകപ്പുറത്തെ സമ്പാദ്യവും ഇന്ന് വിൽക്കുന്നില്ല, ഇത് സദഖ കൊടുക്കുകയാണ്. ആരുണ്ട് അല്ലാഹുവിന് സദഖ കൊടുക്കാൻ? അതിവിടെ അന്വർത്ഥമാക്കുകയാണ്. മദീനത്തെ പള്ളിയുടെ ഫ്രണ്ടിലെ മുഴുവൻ ഭാഗവും ബൈറുആ തോട്ടം നിലനിന്ന സ്ഥലമാണ്. ഒറ്റരുവികൾ ഒഴുകുകയും കളകൂജനം ഉണ്ടാവുകയും പക്ഷികളുടെ ശബ്ദമാധുരി ഉണ്ടായിരുന്ന ബൈറുആ തോട്ടം
ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ അല്ലാഹുവിന് വേണ്ടി കൊടുത്തു. നമ്മുടെ ഈ പ്രോഗ്രാം സാമ്പത്തികമായി ബാധ്യത ഉള്ളവരാണ്. നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റ് വരും, കൈ നിറയെ അള്ളാന്റെ മാർഗത്തിൽ എടുത്തു കൊടുത്തോളി, ഒരു നഷ്ടമാവില്ല. അഴിച്ച പരിപാടിക്കുള്ള പൈസ ഇപ്രാവശ്യം കൊടുക്കുക, അങ്ങനെ സന്തോഷം ഉണ്ടാകും. പടച്ചവന്റെ മാർഗത്തിൽ ഒരിക്കലും നഷ്ടാവില്ല. അത് മാത്രമേ ഉണ്ടാവും ഖബറിൽ. ഇതാ മാത്തൽ ഇൻസാനെ താമലും ഇല്ല മനസ്സിലാക്കി അല്ല സദക്കല്ലേ ഖബറിൽ. പരിചീസ്നാനിന രണ്ടെണ്ണം മടങ്ങിപ്പോരും, അമലും മാലും അഖിലും. വയബുക്ക വാഹിദൻ ഒന്നും മാത്രമാണ് ഖബറിൽ ബാക്കിയാകുക. വയബുക്ക അമലുഹു അമൽ മാത്രം. അതുകൊണ്ട് എന്തുണ്ട്? പള്ളിക്കാട്ടിൽ എവിടെയോ ഒരു കബറിടം ഒരുങ്ങി നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത കടയിൽ എവിടെയോ ഒരു മല്ലു തുണിയും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അല്ലേ? ചിന്തിച്ചിട്ടുണ്ടെങ്കിലും തൊട്ടടുത്ത കടയിൽ നെയ്തു വന്നുവോ നിന്നെ പൊതിയാനായെടുത്തിടും വെള്ളത്തുണി. നമ്മൾ പാടുന്നു, തൊട്ടടുത്ത കടയിൽ നിന്നെ പൊതിയാനുള്ള വെള്ളത്തുണിയുണ്ട്. എത്ര പേർക്ക് ആ ബോധമുണ്ട്? വിളിക്കുന്ന പേര് മാറിപ്പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ. വിളിക്കുന്ന പേരുകളൊക്കെ മാറിപ്പോകും. ഉപ്പയെന്ന് വിളിയും മക്കൾ മാറ്റുമേ. അതുവരെ ഉപ്പാന്നാ വിളിച്ച്, ബാപ്പീന്നാ വിളിച്ച്. മക്കൾ പോയി ചോദിക്കാണ്, മയ്യത്തപ്പള എടുക്കമ്മ, മയ്യത്തപ്പള എടുക്ക. കോമൺ നെയിമാണ്. അന്ന് ആ ഖബറിൽ ആരും കാത്തു നിൽക്കില്ല. അവിടെ ഒരു ബാപ്പയും കാവലിരിക്കില്ല, ഒരു ഉമ്മയും കാവലിരിക്കില്ല. സത്കർമ്മങ്ങളല്ലാതെ ഒന്നും അവിടെ ഉണ്ടാവില്ല. സഹാബത്ത് വലിയ മാതൃകയാണ്. സഹാബത്ത് നമുക്ക് വലിയ മാതൃകയാണ്. ആ സഹാബത്തിന്റെ വഴി, അവർ സ്വീകരിച്ച വഴി, അവരനുധാവനം ചെയ്ത വഴി, അവർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന വഴി, അവർ 5 നേരം കറക്റ്റായി നിസ്കരിച്ചത്, അവർ നോമ്പ് നോട്ടത്, ഖുർആൻ അവരുടെ ഹൃദയത്തിന്റെ വസന്തമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, കൂടുതൽ അമലൊന്നുമില്ല, ചെയ്യാൻ കഴിയുമെന്നും തോന്നുന്നില്ല, ഒരു കാര്യം കൊണ്ട് സ്വർഗത്ത് പോകണം, അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. ആലോചനാ നിമഗ്നനായ മുത്തുനബി, കാരുണ്യത്തിന്റെ തിരുദൂതർ മൗനം അവലംബിച്ചു. മൗനം അവലംബിച്ച് പിന്നെ അതിനെ മൗനം ഭേദിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്തു. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അദ്ദേഹം ചോദിച്ചു, മിസ്കാല ദർറ യാ റസൂലുള്ളാഹ്, അണുമണി തൂക്കോ നബിയെ? നാം. വീണ്ടും വീണ്ടും ചോദിച്ചു, അണുമണി തൂക്കുമോ നബിയെ? അതെ. എന്നിട്ട് അദ്ദേഹം, ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഇറങ്ങിപ്പോവുക. മിസ്കാല ദർറ, മിസ്കാല ദർറ, മിസ്കാല ദർറ. റസൂലുള്ളാഹിന്റെ മുഖം സന്തോഷം കൊണ്ട് തുടുത്തു. ജിബ്രീലിന്റെ വരവുണ്ടായി. നബി സഹാബത്തിനെ മുഴുവൻ വിളിച്ചു, എല്ലാവരും വരിക. അതെ, സ്വർഗത്ത് പോകുന്ന ഒരാളെ കാണോ? ഭൂമി ലോകത്ത് നിന്ന് നടന്നു പോകുന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണോ? അതാ ആ മനുഷ്യൻ. എന്തേ കാരണം? അദ്ദേഹം തീരുമാനിക്കണം. അണുമണിത്തൂക്കം നന്മയായ ഒന്നിനെയും ഞാൻ അവഗണിക്കുകയില്ല, അണുമണിത്തൂക്കം തിന്മയായ ഒന്നിനെയും ഞാൻ പരിഗണിക്കുകയുമില്ല. ഞാനൊരു തിന്മയും ചെയ്യൂല, ഞാനൊരു നന്മയും വെറുതെയാക്കില്ല. അതാണ് സഹാബത്ത്. അലം ഏനില്ലതീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും. ഇത് ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന താബീർ കൊള്ളക്കാരനായിരുന്നു, പിടിച്ചുപറിക്കാരനായിരുന്നു. കുടുംബിലി കൊണ്ട പ്രേമമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ കാമുകിയുമായി അദ്ദേഹം വ്യഭിചരിച്ചിരുന്നു. അവളെ കാണാനും വ്യഭിചരിക്കാനും വേണ്ടി അദ്ദേഹം പോവുകയാണ്. അവളെ വീടിന്റെ അടുത്തെത്തി. അവളെ വീടിന്റെ മതില് ചാടുകയാണ്, ഒരു കാലപ്പുറത്തും ഒരു കാലപ്പുറത്തും. ഫുളൈൽ ഇബ്നു ഇയാദ്. അപ്പൊ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ ഖുർആൻ ഓതുക. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹനെ പേടിക്കാൻ സമയമായിട്ടില്ലേ? ഈ ആയത്ത് ഫുളൈൽ ഇബ്നു ഇയാദിന്റെ കാതിൽ കേൾക്കുന്നു, ഹൃദയത്തിൽ ചിന്തക്ക് വിഷയീഭവിക്കുന്നു. അങ്ങോട്ടിട്ട കാലി ഇങ്ങോട്ടിട്ടിട്ട് തിരിച്ചു പോരുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് അന്ന് വരെ വ്യഭിചരിച്ചിട്ടുണ്ട്, അന്നും അതിന് പോവുകയാണ്. പക്ഷേ ഈ ഖുർആനിക വചനം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ റഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്.
ആ ഖുർആൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. ഫുളൈൽ ഇബ്നു ഇയാദ് കാല് പ്രത്യേകിച്ചിട്ട് തിരിച്ചു പോകുന്നു. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ആ കാമുകിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. മരിക്കുന്നവരെ ഈ ഖുർആൻ ഹൃദയത്തെ തട്ടിയിട്ട് മരിക്കുന്നവരെ കരഞ്ഞ് കണ്ണു വെളുത്തു പോയാളായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ്. മഹാപണ്ഡിതനായിരുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏത് മേഖലയും അല്ല നിരീക്ഷിക്കുന്നുണ്ട്. സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ടെക്സ്റ്റൈൽസ് അസർ നമസ്കാരത്തിന് അദ്ദേഹം പള്ളിയിൽ പോയപ്പോൾ ജ്യേഷ്ഠന്റെ മകനെ ടെക്സ്റ്റൈൽസിൽ നിർത്തി. അത് നിസ്കരിച്ച പള്ളിയിൽ. അപ്പോഴാണ് ഒരു കസ്റ്റമർ വന്നിട്ട് സഈദ് ബിൻ സഈദ് റളിയല്ലാഹുവിന്റെ ജൗളിക്കടയിൽ നിന്ന് ഒരു ഷർട്ട്, ഒരു കൂട്ടം ഡ്രസ്സ് വാങ്ങി. പള്ളിയിൽ വന്നപ്പോ മുതലാളിയാണ് സഈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കാണാണ്. ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് വാങ്ങി? നിങ്ങളെ നിന്ന് സ്ഥലത്ത് നിന്നാ വാങ്ങിയ? ആ, അതിന്റെ ഷോപ്പ്. എത്ര വാങ്ങിയതിന്? 200 ആണെങ്കിൽ 400 വാങ്ങിയിരിക്കുന്നത്. കുട്ടിയുടെ കൊണ്ടുപോയി സ്വന്തം ജ്യേഷ്ഠന്റെ മോനോട് ചോദിക്കാന്ന്, ലജ്ജയില്ലടാ, നാണമില്ല നിനക്ക്? അല്ല കാണുന്നുള്ള ബോധമില്ലേ? മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുകയാണോ? കൊടുക്കയാളുടെ ബാക്കിയുള്ളത്. അവരൊക്കെ അത്രമേൽ അമ്മാനെ പേടിച്ചു. ചുറ്റും കറുത്തു തമോമയമായി ഇരുമുറ്റുമിരവിതില്ലേകാതിയാണു ഞാൻ, കൂട്ടിനൻ പോയനില്ലായികയാൽ നിദ്ര പറന്നുപോയഹോ. ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ കാലം ഒരു സ്ത്രീ ആട്ടുകട്ടിൽ ഇങ്ങനെ ആടുക. ഭർത്താവ് പട്ടാളത്തിലാ. ആ സ്ത്രീ പറയാണ്, അള്ളാനെ പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ശരീരത്തിന്റെ കൊതി തീർക്കാൻ ഞാനൊരു യുവാവിനെ ക്ഷണിക്കുമായിരുന്നു. ഞാൻ അള്ളാനെ പേടിച്ചിട്ടാണ്. നമ്മുടെ മക്കൾ മോൾത്തെ റൂമെന്ന് മെസ്സേജ് ചെയ്യാണ് കാമുകൻ. ഉമ്മയും ബാപ്പയും 10 മണിക്ക് കിടക്കും. 10:30 ഞാൻ വാതിൽ തുറന്നു വെക്കും, നീ വന്നോ. അങ്ങനെ കൊലപാതകണ്ടായി കേരളത്തിൽ. സ്വന്തം മക്കള് സ്വന്തം വീട്ടില് ബാപ്പയും നീ ഉറങ്ങിയോന്ന് ഉറപ്പ് വരുത്തിയിട്ട് കാമുകനെ വിളിച്ചിരുത്തുക. നമ്മുടെ സമുദായത്തിന്റെ സ്ഥിതി എത്ര ഖേദകരമാണെന്നറിയാമോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, ഭയാനകരമാണ്, ഭയചകിതമാണ് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സഹാബത്തിനെ അനുധാവനം ചെയ്യും. ഫളായിലെ സ്വഹാബ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഗ്രന്ഥ 2000-ഓളം സഹാബിമാരെ കുറിച്ച് അതിലുണ്ട്. വിവിധ ഗ്രന്ഥങ്ങൾ, മഹാന്മാരായ ആളുകൾ സഹാബത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ സുപരിചിതമാണ്. വായിക്കണം. കാരണം അല്ല പറഞ്ഞിട്ടുണ്ട്, സഹാബത്തിൻ്റെതല്ലാത്ത മാർഗം സ്വീകരിക്കാൻ നുവല്ലിഹി മാത്രമല്ല ഞങ്ങൾ തിരിഞ്ഞു കളയും. അപ്പൊ സ്വഹാബത്തിന്റെ മാർഗം പഠിക്കൽ നിർബന്ധമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അബൂബക്കർ സിദ്ദീഖിനെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ ലാനത്ത് ചൊല്ലുന്ന ഷിയാക്കളുണ്ട്. ആ ഷിയാക്കളുടെ പിടുത്തം കേരളത്തിൽ ശക്തമാണ്. അവരെ തെറി പറയുക, അവരെ വെറുക്കുക. കേരളത്തിലെ ചില മുസ്ലിം പ്രസിദ്ധീകരണാലയങ്ങൾ വരെ മുആവിയ കള്ളനാണെന്ന് പറയുക. അത് കുഫ്റാണ് എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. അവൻ ഇസ്ലാം എന്ന് പുറത്തു പോയവനാണെന്നാണ് പറഞ്ഞത്. അള്ളാഹു വെച്ച സർട്ടിഫിക്കറ്റിനെതിരാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഇത്രയും സംസാരിച്ചത് ഇത് മഹാത്ഭുതമാണ്. എനിക്ക് കുത്തുബുണ്ടായിരുന്നു, ശേഷർ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നലെ മുതൽ ഞാൻ ഒരുത്തനായിട്ട് ആശയം തർക്കിക്കുകയായിരുന്നു. ഞാൻ 2 ദിവസം കോയമ്പത്തൂർ ഹോസ്പിറ്റലിലോ ആയിരുന്നു. ഈ വിഷയം അല്ല എങ്കിൽ ഞാൻ എത്ര ദീർഘിച്ച് സംസാരിക്കുമായിരുന്നില്ല. അരമണിക്കൂർ സംസാരിക്കുകയാണെങ്കിൽ 15 മിനിറ്റ് നിന്നും 15 മിനിറ്റ് ഇരുന്നുമാണ് പ്രസംഗിക്കാൻ എനിക്ക് ഡോക്ടർമാർ തന്ന സന്ദേശം. മനസ്സിന്റെ കരുത്തുകൊണ്ട് എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു എന്ന് മാത്രം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഇത് തുടരണം. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കണം. ജനങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കണം. ജനങ്ങൾ ഒരുപാട് വിഷയങ്ങൾ അറിയണം. തുടർച്ചയായ മാസങ്ങളിൽ ഇനിയും ഇതുപോലെ സാഹചര്യമുണ്ടായാൽ വരാം, പ്രസംഗിക്കാം. അള്ളാഹു തൃപ്തിപ്പെട്ട, റസൂല് തൃപ്തിപ്പെട്ട എന്റെ സഹാബത്തിനെ പിന്തുടർന്നോളി എന്ന് റസൂല് പറഞ്ഞ, അവരെ പിന്തുടർന്നാണ് വിജയവും ബർക്കത്തും എന്ന് പറഞ്ഞ ആ സച്ചരിതരുടെ ചെറിയ ഒരു ലഘുവിവരണമാണ് ഞാനിവിടെ ഈ ചുരുങ്ങിയ സമയം നടത്തിയത്. ഈ കാര്യങ്ങളെ വിലയിരുത്തുകയും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും സത്യസന്ധമായി വിലയിരുത്തുകയും ചെയ്യുക. സർവശക്തനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.
നാളെ മഅ്ശറയിൽ എരിപൊരു കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഫലസ്തീനിലെയും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തിന് അല്ലാഹു ആശ്വാസം നൽകട്ടെ. മർദ്ദകരുടെ മർദ്ദനത്തിന് വിധേയമാകുന്ന മർദ്ദിതരെ അല്ലാഹു സഹായിക്കട്ടെ. ആ ക്രൂര വിനോദം നടത്തുന്ന രാജ്യത്തിലെ ഭരണാധികാരികളെ അല്ലാഹു തക്കതായ അവർക്കൊരു വീണ്ടും വിചാരം നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഅ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് ലോകം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. സാമ്പത്തികമായ ഒരുപാട് ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു രക്ഷ നൽകട്ടെ. പലിശയിൽ മുങ്ങിക്കുളിച്ചു പോയ അറിവില്ലായ്മ കൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഖേദിക്കുന്നവർക്ക് അല്ലാഹു തുറവി നൽകുമാറാകട്ടെ. മക്കളിലും ഭാര്യമാരിലും ഇണകളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولاخوان الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.